Hello guys, welcome to our channel. ഇല്ല തന്നെ ഞാൻ ബ്ലോഗ് ചെയ്യും. സോ ഗൈസ്, ഒടുക്കത്തെ ഞാൻ വിചാരിച്ചു എനിക്കാണ് തൊണ്ടയ്ക്ക് സൗണ്ട് എന്ന് നോക്കിയപ്പോ ഇവിടെ നിന്നൊക്കെ ചെതറിക്കൊണ്ടൊക്കെ വരാണ്. സോ ഗൈസ്, അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു Q&A ആണ്. നമ്മളിത് കുറേ നാളുകൾക്ക് മുന്നേ പ്ലാൻ ചെയ്തതാണ് ഈ ഒരു Q&A ചെയ്യാൻ. നമ്മൾ ആക്ച്വലി കല്യാണത്തിന് മുന്നെയാണ് ഈ Q&A ചെയ്യാറുള്ളത്. പക്ഷെ നമ്മളുടെ അവൈലബിലിറ്റി ഞാൻ മാത്രമുള്ളായിരുന്നു. അപ്പുവിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റുക. കാരണം ഇത് ആ സമയത്ത് ഇട്ട ഒരു പോസ്റ്റാണ്. അറിയാമോ എപ്പോൾ ഇട്ടേന്ന്? ഇത് ഞാൻ 2 മാസം മുന്നേ 2 months എഗോ ഇട്ട പോസ്റ്റിൻ്റെ ഒരു Q&A വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ അപ്പൊ നമുക്ക് പോവാം, സ്റ്റാർട്ട് ചെയ്യാം. പഴയ ദൂരദർശൻ ചാനലില്ലേ, അത് ഓർമ്മ? എന്ത് അതില് ഓർമ്മയുണ്ടെങ്കിൽ രണ്ടുപേരും ഇരുന്നിട്ട് സ്വാഗതം ഇല്ല, അല്ലെ ദൂരദർശൻ കണ്ട ഒരു ഓർമ്മ എനിക്കില്ല. അങ്ങനെയല്ല, ദൂരദർശനില് ഹിന്ദിയിൽ ഹീമാൻ വല്ലതും ഉണ്ടായിരുന്ന ശക്തിമാൻ ഹീമാൻ കൊച്ചി ഓക്കെ. എനിക്കറിയാം, ഞങ്ങൾക്ക് TV ഇല്ലായിരുന്നു. ഓക്കെ. സോ അപ്പൊ നമുക്ക് നമ്മുടെ ഓരോരോ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ആദ്യമേ പൊന്നെ എൻ്റെ അടുത്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം. ഞാൻ അപ്പം അതിനുള്ള ഉത്തരം ഞാൻ പറയാം. ഓക്കെ. ചേച്ചിയുടെ മുൻപത്തെ റിലേഷൻഷിപ്പൊക്കെ ഇയേഴ്സ് ആയിട്ടുള്ള ആയിരുന്നല്ലോ. എന്താ അത് ഡൗട്ട്? സോ ഒരുപാട് നാൾ കഴിഞ്ഞല്ലേ അവരുടെ സ്വഭാവം മനസ്സിലായതും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞതും. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ഫാസ്റ്റ് ആയ പോലെ തോന്നുന്നില്ലേ? കുറച്ചുകൂടെ മനസ്സിലാക്കിയിട്ട് കല്യാണത്തിലേക്ക് എത്തിയാൽ പോരെ എന്ന് തോന്നിയിട്ടില്ലേ? ഓക്കെ, ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൂട്ടൻ എന്തെങ്കിലും പറയണ്ട ഇതില്? ഇപ്പം ആ ക്വസ്റ്റ്യൻ ചോദിച്ച കുട്ടിയുടെ ചോദ്യം ശരിയാണ്. അറിഞ്ഞൂടാത്ത ആൾക്കാർ എങ്ങനെ കല്യാണം കഴിക്കുമെന്ന് എല്ലാവർക്കും ഒരു ഇത് കാണും. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, നമുക്ക് അറിയാലോ. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യമേ പറയാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ചേച്ചിയുടെ മുൻപത്തെ റിലേഷൻഷിപ്പ് ഒക്കെ ഓഫ് കോഴ്സ് ആയി. ഞാൻ ഒരു 5 വർഷമൊക്കെ ഞാൻ റിലേഷൻഷിപ്പിൽ ഇരുന്ന ഒരാളാണ്. എനിക്ക് 18ാമത്തെ വയസ്സ് മുതൽ എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പം അന്ന് അപ്പം ഞാൻ അത്രയും വർഷം റിലേഷൻഷിപ്പ് കൊണ്ടുപോയ ഒരാളാണ്. എനിക്ക് റിലേഷൻഷിപ്പ് തുടക്കത്തിൽ എനിക്ക് റെഡ് ഫ്ലാഗുകൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇയാൾ ഇങ്ങനത്തെ സ്വഭാവമുണ്ട്. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ സ്നേഹിച്ചാൽ, കാരണം 18 വയസ്സുകാരി എന്നുള്ള അതും ഇന്ന് ഈ 27 വയസ്സുകാരിയും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കുറച്ചധികം ഡിഫറൻസ് ഉണ്ട്. അന്ന് ചിന്തിക്കുന്ന വേറെ, ഇപ്പം ചിന്തിക്കുന്ന വേറെ, അന്നൊരു റിലേഷൻഷിപ്പിനെയും ലൈഫിലെയും കാണുന്ന വേറെ, ഇന്നിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ മാരേജ് ലൈഫിനെ കാണുന്ന വേറെ, എല്ലാം കുറച്ച് മാറ്റമുണ്ട്. അപ്പോൾ അന്നെന്ന് പറയുന്നത് റെഡ് ഫ്ലാഗ്സ് ഉണ്ടായാലും ഞാൻ എൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ, ഞാൻ സ്നേഹിച്ച് പോയാൽ പിന്നെ എനിക്ക് അയാളെ മാറ്റാൻ ഭയങ്കര പാടാണെന്ന് വെച്ചാൽ എനിക്കതിന് പിന്നെ എനിക്ക് വേറൊരാളെ റീപ്ലേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ മാക്സിമം എഫേർട്ട് ഇടും. എന്തെങ്കിലും ഒരു റെഡ് ഫ്ലാഗ് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം മുമ്പത്തെ ഒരാളെ നിന്ന് രക്ഷ, ഞാൻ പറയുന്നില്ല, എനിക്ക് 18ാമത്തെ വയസ്സിൽ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതെൻ്റെ കല്യാണം വരെ എത്തിയതാണ്. പക്ഷെ എനിക്ക് അയാളടുത്ത് ആ ഒരു ബ്രേക്കപ്പ് ആയ സമയത്ത് ഒരു ദേഷ്യം ഉണ്ടായിരുന്നു, ദേഷ്യവും വെറുപ്പും ഒക്കെ. പക്ഷെ ഇപ്പം എനിക്കകത്ത് അങ്ങനെ ഒരു ദേഷ്യമില്ല, വെറുപ്പില്ല, അങ്ങനെ ഒന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അയാളുടെ നന്ദി മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് അപ്പൂട്ടനെ അറിയാലോ, എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്നെ ഹെൽപ്പ് ചെയ്ത പുള്ളിയാണ്. എനിക്ക് ഒരുപാട് നല്ലത് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നെ അതിലേറെ എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, എവിടെയായാലും പുള്ളി ഹാപ്പി ആയിട്ടിരിക്കണം. കാരണം എൻ്റെ പ്രാർത്ഥനകളിലുള്ള മനുഷ്യരിൽ ഒരാൾ ആ മനുഷ്യനാണ്. കാരണം ഓഫ് കോഴ്സ് എന്നെ നല്ല രീതിക്ക് വിഷമിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തകർന്ന് തരിപ്പണായിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുഴപ്പമില്ല. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ ഇന്നിങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അപ്പം പിന്നെ അതിൽ വന്നൊരു ക്വസ്റ്റ്യനാണ്, രക്ഷപ്പെടുക എന്നുള്ളതില്ല. കാരണം അയാളൊരു നിമിത്തം നിമിത്തായിരുന്നാവാ, അല്ലെന്നുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും ഒരു എന്തിനു പറയാ, ഇപ്പം രക്ഷപ്പെടാൻ ഒരു കുഴിയല്ലായിരുന്നു, അല്ലേ? ലൈഫിലൊക്കെ കുറെ കാര്യങ്ങൾ വന്നു പോയാൽ നമ്മൾ കുറെ പഠിക്കും. യെസ്,
അപ്പം ഞാൻ അത് വിശ്വസിക്കുന്നുണ്ട്. അതായത് നമ്മളെ ജീവിതത്തിൽ ഒരു വ്യക്തി ഇപ്പം ആണോ പെണ്ണോ ഏത് ജെൻഡറോ ആയിക്കോട്ടെ, ഇൻ കേസ് ഒരു പെറ്റായിക്കോട്ടെ നമ്മളെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ആ മനുഷ്യൻ എനിക്ക് അത്യാവശ്യം നല്ല പാഠങ്ങൾ പഠിപ്പിച്ചിട്ട് തന്നെയാണ് പോയത്. ആ പഠിപ്പിച്ചെന്ന പാഠങ്ങൾ ഞാൻ നല്ലപോലെ പഠിക്കാതെ എഗെയിൻ ആ മിസ്റ്റേക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ടൈം വരെ. പക്ഷേ റൈറ്റ് നൗ ആ ലൂപ്പ് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് അപ്പൂൻ്റെ കൂടെ ജീവിക്കുന്നത്. ഓക്കെ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കങ്ങനെ രക്ഷപ്പെടൽ എന്നെനിക്ക് തോന്നിയില്ല. ഞാനിപ്പം എനിക്കൊരു നിമിത്തം എന്ന് അപ്പു പറഞ്ഞൊരു നിമിത്തമായിരിക്കാം. പിന്നെ അപ്പോൾ ഈ റിലേഷൻഷിപ്പ് വളരെ ഫാസ്റ്റായി പോലൊന്നുമില്ല. അങ്ങനെ എനിക്ക് തോന്നിയില്ലടാ. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൂനെ എനിക്ക് കുറച്ച് കാലങ്ങളായിട്ട് അറിയാം. അപ്പോൾ അപ്പൂനെ അറിയുന്നത് വെച്ചാൽ നമുക്കൊരു മനുഷ്യനൊരു ബേസിക് ക്വാളിറ്റി ഉണ്ട്. ഇപ്പം എനിക്കൊരു ക്വാളിറ്റി ഉണ്ട്, അപ്പൂനൊരു ക്വാളിറ്റി ഉണ്ട്, കാണാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരോ ക്വാളിറ്റി ഉണ്ട്. അപ്പം എൻ്റെ ക്വാളിറ്റിയും അപ്പൂൻ്റെ ക്വാളിറ്റിയൊക്കെ തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരാണ്, നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോരോ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട്. ഇപ്പം അപ്പൂനിൽ ഞാൻ ഏറ്റവും കാണുന്ന ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ അപ്പു ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാനത് ഇപ്പം കല്യാണം കഴിഞ്ഞ അപ്പൂൻ്റെ വൈഫായതുകൊണ്ട് അങ്ങനെയല്ല, എനിക്ക് മുന്നേ ഞാൻ അപ്പു ഒരു ഫ്രണ്ടായിരുന്ന മുതൽ ഞാൻ കാണുന്നൊരു കാര്യമാണ്. അപ്പോൾ ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒരിക്കലും ഒരാളെ ചീറ്റ് ചെയ്യില്ല, കൂടെ നിന്ന് പറ്റിക്കണ സ്വഭാവം ഇല്ല. ആ ഒരു ക്വാളിറ്റി മാറാൻ പോണില്ല. ബേസിക് ആയിട്ട് ഒരു മനുഷ്യന് കൊടുക്കുന്ന ക്യാരക്ടർ ഉണ്ട്, അത് മാറാൻ വേണ്ടിയിട്ട് പോണില്ല. ഇപ്പം എനിക്ക് അപ്പു ഒരിക്കലും ഒരാളുടെ പൈസയോ ഫെയിമോ വെച്ച് ട്രീറ്റ് ചെയ്യാറില്ല. കാരണം ഞങ്ങളുടെയൊക്കെ ലൈഫിൽ ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ട്, ഇപ്പോൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ. അപ്പോൾ അവിടെ ഇവർക്ക് ഇത്ര മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതുകൊണ്ട് ഇവളോടെ നല്ല കൂട്ടുകട, അങ്ങനെയില്ല. ഇവർക്ക് ഇത്ര മില്യനേ ഉള്ള, അത്രയില്ല, അല്ലെങ്കിൽ ഇവർക്ക് ഇത്രയുള്ള, അങ്ങനെയില്ല. ഇപ്പം ഞാനും അപ്പും കൂടെ ഉള്ള ഫ്രണ്ട്ഷിപ്പിൽ അപ്പു ഏറ്റവും കൂടുതൽ കമ്പനി മീനാക്ഷി ആയിട്ടായിരുന്നു. ഇവർ മെസ്സേജ് അയക്കുകയും വിളിക്കുക. അപ്പം അന്ന് അങ്ങനെ ഒരു ബോണ്ട് ഞങ്ങളുടെ ഇടയിൽ ഇല്ല. അപ്പം വേണമെന്നുണ്ടെങ്കിൽ അപ്പൂന് ഗംഗയല്ലേ, ഗ്ലാമി ഗംഗയല്ലേ, അങ്ങനെ ഒരു ഇതില്ല. എല്ലാവരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യും, പിന്നെ ചീറ്റ് ചെയ്യില്ല. അങ്ങനെ ഒരുപാട് നല്ല നല്ല ക്വാളിറ്റീസ് ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം വെച്ചാൽ അപ്പോൾ ഭയങ്കര കാവാണ്, ഭയങ്കര കൂളാണ്. അതിന് ഓപ്പോസിറ്റാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, ആര് അപ്പൂൻ്റെ ഫ്രണ്ടായാലും അവർക്ക് ഭയങ്കര നല്ലൊരു കൂട്ടായിരിക്കും അപ്പു. അപ്പം അതുകൊണ്ട് എനിക്കൊരു എടുത്ത് ചാടിയ പോലെ എനിക്ക് ടിൽ നൗ തോന്നണില്ല. കാരണം ആ ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഒന്നും ഈ മനുഷ്യരിൽ നിന്ന് അവസാനം വരെ പോവില്ല എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ആണെന്ന് എനിക്കറിഞ്ഞൂടാ, ഒരു വിശ്വാസം എനിക്കുണ്ട്. കാരണം എൻ്റെ ക്യാരക്ടർ ഇപ്പം ഞാൻ യൂട്യൂബറായി, ഞാനിപ്പം നമ്മളൊരു വീട് വെച്ചു, പക്ഷേ അതിലൊന്നും എനിക്ക് മാറാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊരു മനുഷ്യനെ നോക്കി കാണുന്നത്, ഒരു മനുഷ്യനെ വിലയിരുത്തുക മീൻസ് ജഡ്ജ് ചെയ്യണമല്ല, ഒരു മനുഷ്യൻ്റെ അടുത്ത് പെരുമാറുന്നതിലൊന്നും ഒരിക്കലും ഇനി വീട് വെച്ചോണ്ട് ഞാൻ ഇനി ആരടുത്തും അങ്ങനെ ഇങ്ങനെ നിൽക്കില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ അന്നും ഇന്നും എനിക്ക് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്, അത് ഞാൻ കീപ്പ് ചെയ്യുന്നു. അതങ്ങനെ നമ്മൾ പറയില്ല രക്തത്തിൽ ചേർന്നതാണെന്ന്. സോ അതുകൊണ്ട് ഞാൻ ഭയങ്കര കൂടുതൽ സംസാരിച്ച ഇല്ല, എനിക്ക് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്തായാലും ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഒരാള് മറ്റൊരാളെ പറ്റി പറയുമ്പോഴാണ് അയാളുടെ വില മനസ്സിലാവുന്നത്. സൂപ്പർ. താങ്ക് യു. ഓക്കെ, അടുത്ത അപ്പൂട്ടൻ്റെ അടുത്ത് എനിക്കിവിടെ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. കല്യാണം കഴിഞ്ഞു അവൻ്റെ വീട്ടിൽ നിൽക്കുമോ നോർമൽ പോലെ, അതോ അവൻ നിങ്ങളുടെ കൂടെ സ്വപ്ന കുടീരത്തിൽ എന്നായിരിക്കുമോ നിൽക്കുമോ? നെഗറ്റീവായി തോന്നല്ലേ? ഇല്ല, നെഗറ്റീവായി തോന്നൂല. അപ്പൂട്ടൻ പറഞ്ഞു. എത്ര നേരല്ലേ ചേനി അപ്പൂട്ടൻ? അതെന്തായിരുന്നാലും അമ്പിളിയുടെ സ്വപ്നം പോലെ വെച്ചൊരു വീടാണിത്. അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ തന്നെ നിൽക്കാനായിരുന്നു പ്ലാൻ. എൻ്റെ വീട്ടില് സ്റ്റുഡിയോ അങ്ങനെയൊന്നുമില്ല, അതായത് ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ സ്റ്റുഡിയോ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ തന്നെ നിൽക്കാനാണ് നമ്മുടെ താല്പര്യം. പിന്നെ അവള് ഇത്രയും കഷ്ടപ്പെട്ട് ഈ വീട് വെച്ചിട്ട് അവൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പം ഇത് ഞാനൊരിക്കലും എനിക്ക് കല്യാണത്തിന് മുമ്പേ എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം അങ്ങനെ ഒരു സംസാരം ഞങ്ങളുടെ ഉണ്ടായിട്ടില്ല. കല്യാണത്തിന് മുമ്പേ ഞങ്ങളെടുത്ത കുറച്ച് തീരുമാനങ്ങളുണ്ട്, പക്ഷെ അതിൻ്റെ ഇടയിൽ ഇതൊരു വലിയ എനിക്കിവിടെ നിൽക്കണം, ഇല്ല നീ വന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല. നമുക്ക് എവിടെയാണോ സന്തോഷമോ സമാധാനം, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ കംഫർട്ടബിളായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും അവിടെ നിൽക്കാം. ഇപ്പം നാളെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു വീട് വയ്ക്കുകയാണ്, വീട് വച്ചിട്ട് ഇപ്പം അവിടെ സ്റ്റുഡിയോ ഒക്കെ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഗായ്സ്
പക്ഷെ നമുക്ക് എന്തെങ്കിലും ഷൂട്ടിനൊക്കെ പോകണമെങ്കിൽ അവിടെയാണ് എളുപ്പം. പക്ഷെ നമ്മൾ അത് നോക്കണില്ല, നമുക്ക് സ്റ്റുഡിയോ ഒക്കെ ഇവിടെയാണ് ഉള്ളത്. കാരണം അവിടെ കുറച്ച് സിറ്റിയിലോട്ടൊക്കെ പോകാൻ ഭയങ്കര എളുപ്പം അവിടെയാണ്. കാരണം ഇപ്പൊ അവിടെ നിന്ന് ഒരു 50 to 20 മിനിറ്റ്സിനുള്ളിലേ ഉള്ളൂ. ബ്ലോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ഉണ്ടെങ്കിലും അത്രയ്ക്കല്ലേ വരുള്ളൂ. 20 ലുലുലൊക്കെ എത്താൻ വേണ്ടിയിട്ട് കഴക്കൂട്ടത്തെ കാണാം. പക്ഷെ ഇവിടെ നിന്ന് അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് 1.5 മണിക്കൂർ എടുക്കാം അങ്ങ് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഗൈസ് ലൈക്ക് നമുക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ അപ്പുണ്ട്, അവിടെ അച്ഛനായാലും അമ്മയായാലും നീ ഇവിടെ വന്ന് നിന്ന് അവർക്ക് അങ്ങനെ ഇല്ല. നമ്മൾ എവിടെയാണോ ഹാപ്പി. കാരണം മുന്നേയും അപ്പു വേറെ വീട്ടിൽ താമസിച്ചതാണ് അല്ലേ. അപ്പു വേറൊരു വീട്ടില് താമസിച്ചിട്ടുള്ള ഒരാളാണ്. വർക്കിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ വീട്ടിലൊന്നും അല്ല, വേറെ വീട്ടില് സ്ഥലങ്ങളിലൊക്കെ തന്നെ. എൻകേസ് മുന്നേ അപ്പുന്റെ പാസ്റ്റിലായാലും അപ്പു വേറൊരു വീട്ടില് ഫാമിലി ആയിട്ട് താമസിച്ചാണ്. അപ്പോഴത്തേക്ക് ഓക്കെ. അടുത്ത അശ്വതി ലാലൻ ഓക്കെ. ചേച്ചി അപ്പു വേണ്ടായിരുന്നു ആയിരുന്നു. അയാൾ ആദ്യം മാരേജ് ചെയ്തതല്ലേ, ചേച്ചിക്ക് വേറെ ചെറുക്കനെ കിട്ടുമായിരുന്നു. ഓക്കെ, ഇത് ഞാൻ ഇതിപ്പം എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഓഫ് ഇതാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എനിക്ക് എങ്ങനെയുള്ള ഒരാളാണ് ലൈഫിൽ വേണ്ടതെന്നുള്ളത്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയുള്ള ഒരാളാണ് വേണ്ടതെന്ന് എനിക്ക് എങ്ങനെ അറിയാം. കാരണം അത് ഒരാൾക്കും അറിഞ്ഞൂടാ. കാരണം ഇപ്പം അപ്പൂനെ അറിയാവൂ അപ്പൂന് എങ്ങനെ ഒരാൾ ലൈഫിൽ വേണ്ടെന്നുള്ളത്. അതേപോലെ എനിക്കേ അറിയാവൂ എനിക്ക് എങ്ങനെയാണ് ഒരാളാണ് ലൈഫിൽ വേണ്ടെന്നുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് മാരേജ്, സെക്കൻഡ് മാരേജ്, തേർഡ് മാരേജ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഒരാളും ഒരാളുടെ ജീവിതത്തിലോട്ട് ചെന്ന് കയറുമ്പോഴത്തേക്ക് അടുത്ത വർഷം ഞാൻ ഡിവോഴ്സ് ആവും എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ചെന്ന് കയറുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടെയും വിശ്വാസത്തോടെയാണ് ഒരു ലൈഫിലോട്ട് ചെല്ലുന്നത്, ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും അവിടെ ഡിവോഴ്സ് ആവുമെന്ന് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നെങ്കിൽ ഓഫ് കോഴ്സ് നമ്മളെ ഇന്ന് ഈ ഭൂമിയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ഇവിടെ നടക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നെങ്കിൽ. അപ്പം എനിക്കെന്തായാലും അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിവില്ല. കാരണം എനിക്കിപ്പം എനിക്കറിയാം എനിക്ക് എങ്ങനെയുള്ള ഒരാളാണ് വേണ്ടതെന്നുള്ളത്. മേ ബി ഞാനൊരു 18-ാമത്തെ 19-ാമത്തെ വയസ്സിലോ ഞാൻ വിചാരിച്ചത്, ഞാൻ സീരിയസ്ലി എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത് ഭയങ്കര ഒരു നല്ല ജോബ് വേണം, വൈറ്റ് കോളർ ജോബ് വേണം, അല്ലെങ്കിൽ എനിക്കൊരു ഗവൺമെൻറ് ജോബുള്ള ഒരാൾ വേണം. ഞാൻ എൻ്റെ 18-19 വയസ്സിലെ വ്യൂ ആണ് ഞാൻ പറയുന്നത്. കാണാൻ ഇങ്ങനെ ആയിരിക്കണം, നെഞ്ചിൽ കുറേ രോമം വേണം. എന്തിനാണെന്ന് വെച്ചാൽ കൂട്ടിയിട്ട് കത്തിക്കാനാണ് നിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അല്ല പെണ്ണെ, അല്ല ഞാൻ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച ഒരാളാണ് ഞാൻ. അപ്പം പക്ഷെ ഇന്ന് എൻ്റെ പേഴ്സ്പെക്റ്റീവ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല. എനിക്കൊരു ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് എനിക്കൊരു തൊല്ലയാവരുത്, അത്രയേ ഉള്ളൂ. എനിക്ക് മെയിനായിട്ട് എനിക്കൊരു തൊല്ലയാവരുത്. കാരണം എനിക്ക് അപ്പൂൻ്റെ കൂടെ എന്ന് വെച്ചാൽ എൻ്റെ ചുമരാണ്. എനിക്ക് എന്ത് കാര്യം ഞാൻ ഉറങ്ങി കിടക്കണം, 2 മണിക്ക് 1 മണിക്കൊക്കെ ഉറങ്ങി കിടക്കണം, അപ്പൂനെ വിളിച്ചിരുത്തിട്ട് ഞാൻ എണീക്കും. അപ്പൂ എനിക്ക് ഒട്ടും പറ്റില്ല, എനിക്ക് ഈ പീരീഡ്സിൻ്റെ 2 ദിവസം മുന്നേയൊക്കെ ഞാൻ ഒട്ടും ഓക്കെ ആയിരിക്കും. ഞാൻ കാരണങ്ങളുണ്ടാക്കി കരയും. ഇൻകേസ് എനിക്ക് കരയാൻ കാരണമില്ലെങ്കിൽ ഞാൻ ആകാശദൂത് സിനിമയോ ഏതെങ്കിലും സിനിമയിൽ KPCയിൽ എഴുതിയൊക്കെ കരയണം കണ്ടെങ്കിൽ ഞാനിരുന്ന് കരയും, അതൊക്കെ ആലോചിച്ച് കരയും. അപ്പം ഞാൻ അങ്ങനത്തെ ഒരാളാണ്. അപ്പം ഞാനിപ്പോൾ 2 മണിക്കൊക്കെ ഞാൻ പറഞ്ഞാൽ പോകുന്ന എനിക്ക് ഓക്കെ അല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാൾ എണീറ്റില്ല, പിന്നെ എന്തൊരു പ്രശ്നം, നിനക്ക് പുറത്ത് പോകണോ, നമ്മൾ പോവാം എന്ന് പറയാൻ ലൈഫിൽ ഒരാളുള്ളാവണത് ഒരു ഭാഗ്യമാണ്. അല്ലെങ്കിൽ നമ്മളെ കേട്ടിരിക്കാൻ ഒരാളുണ്ടാവുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ഒരു വ്യൂവിൽ എൻ്റെ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ ഒരു പാർട്ട്ണർ, ഹസ്ബൻഡ് വിട് അല്ലെങ്കിൽ എൻ്റെ ഒരു പാർട്ട്ണർ എന്നുള്ളത് എനിക്ക് 100% പുള്ളിയിൽ ഞാൻ ഹാപ്പിയാണ്, ഈ റിലേഷൻഷിപ്പ് ഹാപ്പിയാണ്. അപ്പം ഞാൻ പിന്നെ എന്തിന് ഒരു നോ പറയേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ആ ക്യാരക്ടർ, അപ്പൂൻ്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അഡ്മയർ ചെയ്യണ ഒരു ക്യാരക്ടറാണ്. ലൈക്ക് ഞാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇത്ര സമാധാനമായിട്ടിരിക്കണം, എനിക്കൊന്ന് സമാധാനമായിട്ടിരിക്കണം. ഞാനിങ്ങനെ അറിയുക, ഞാനൊക്കെ ഇങ്ങനെ ഇങ്ങനെ ബോംബാണ് ഞാൻ. ഇങ്ങനെ ഒരു തീപ്പൊരി സൈഡിൽ കൂടെ പോയാലും ഞാൻ പൊട്ടിച്ചിട്ട് അങ്ങനെയൊക്കെ സിലിണ്ടർ ബോംബ്, മറ്റേ മീനശ്ശേരി അത് കണക്കാണ് ഞാൻ. പക്ഷെ അപ്പു എന്ന് വെച്ചാൽ വലിയൊരു മേ ബി ഇതായിരിക്കും തോന്നുന്നു, അഗ്നിപർവ്വതമായിരിക്കും. പക്ഷെ കാം കൂൾ ഓക്കെ.
അപ്പം എനിക്കത് അപ്പം എപ്പോഴും മനസ്സിൽ വയ്ക്കുക, ഇതിപ്പോൾ 2026 1880-കളിലോ 90-കളിലോ അല്ല നമ്മൾ ജീവിക്കുന്നത്. ഒരാൾക്ക് എങ്ങനെ ഒരാൾ വേണമെന്ന് അത് അയാളുടെ ഇഷ്ടമാണ്, അയാളുടെ ജീവിതമാണ്. അപ്പം നമുക്കൊരിക്കലും ഒരാളുടെ നീ അവനെ കെട്ടാൻ പാടില്ല, നീ അവളെ കെട്ടാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള അവകാശം നമുക്കില്ല. ഓക്കെ, നമുക്ക് മറ്റുള്ളവരുടെ തീരുമാനങ്ങളെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, 2026 ലാസ്റ്റ് കല്യാണം ഉണ്ടാവും എന്നാണല്ലോ പറഞ്ഞത്. പെട്ടെന്ന് തീരുമാനിച്ച പോലെ തോന്നി. ഓക്കെ, നമ്മൾ 2026 കല്യാണം കഴിക്കാം, അതായത് 2026 കല്യാണം കഴിക്കാം എന്നാണ് നമ്മളെ പ്ലാൻ. പക്ഷെ എൻ്റെ അമ്മയും ഇവരെല്ലാവരുടെ തീരുമാനിച്ചു, എന്തിന് ഇത്രയും നാളിങ്ങനെ നീട്ടുന്നു നമുക്ക്. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ച്, നിനക്ക് കല്യാണം കഴിക്കാതിരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പം അമ്മ ചോദിച്ചപ്പോൾ എനിക്ക് വേറെ പ്രശ്നമില്ല. അപ്പം ഞാൻ അപ്പൂൻ്റെ അടുത്തും ചോദിച്ചു. അപ്പം ഞാൻ അപ്പൂൻ്റെ അടുത്ത് ചെന്ന് ഞങ്ങളിത് സംസാരം ഉണ്ടായി, ചോദിച്ചപ്പൂ ഇങ്ങനെയാണ്, നിനക്ക് ഓക്കെ ആണ്? അപ്പം അപ്പു പറഞ്ഞു ഫിനാൻഷ്യലി ഓക്കെയാണ്, അപ്പം നമ്മൾ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. സോ പിന്നെ നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്ക് പിന്നെ നോക്കിയപ്പോൾ ഡേറ്റ് ഒക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പം പിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഷടപടയെന്ന്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതെനിക്ക് കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ, ഇപ്പം കുറച്ചാളായിട്ടില്ല, വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എൻഗേജ്മെൻറ്റ്, എൻ്റെ വെഡ്ഡിങ്, പ്രീ വെഡ്ഡിങ് ഫംഗ്ഷൻ, റിസപ്ഷൻ എന്ന് ഞാൻ കുറച്ച് ആൾക്കാരെ ഞാൻ വിളിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ്, ഞാൻ വിളിച്ചവരെല്ലാം എത്തി. ഇപ്പം ഞാൻ വിളിച്ചവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയ്യോ ഞങ്ങൾ ട്രിപ്പിലാണ്, വെക്കേഷൻ സമയത്തായിരുന്നു, ഞാൻ ട്രിപ്പിലാണ്, എത്താൻ വേണ്ടിയിട്ട് പറ്റൂല എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ ഞാൻ വിളിച്ചവരൊക്കെ വന്നു. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ കുറേ പേര് ഞാൻ വിളിച്ചില്ല. അതിലൊരു ഇതുണ്ടായിരുന്നു, വീട് പണി സമയത്ത് കഷ്ടപ്പെട്ട് പണിയെടുത്ത ആരും ഉണ്ടായിരുന്നില്ലല്ലോ ഗൈസ്. ഇപ്പം വീട് പണി സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അപ്പു ഉണ്ടായിരുന്നു, കൊച്ചുകാർക്ക് ഉണ്ടായിരുന്നു, വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ആ ടൈമിൽ ഞാൻ അവർക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് വർക്ക് ചെയ്യിപ്പിച്ചത്. അല്ലെങ്കിൽ ഇവർ പറയുന്ന എന്താണോ ഇവരുടെ കണ്ടീഷൻസ് അത് ഫോളോ ചെയ്തിട്ടാണ് ഞാൻ അവർക്ക് വർക്ക്. അല്ലാതെ ചുമ്മാ നിന്ന് ഇങ്ങോട്ട് വന്ന് ചെയ്തിട്ട് അങ്ങനെയല്ല. കാരണം ഞാൻ ഏതൊരു മനുഷ്യൻ്റെയും ടൈമിനെയും എഫേർട്ടിനെയും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം അപ്പു ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ചില സമയത്ത് ഞാൻ അപ്പുവിന് ഇപ്പം അപ്പു അല്ല, ജാനുവരി ടു ഫെബ്രുവരി ആ ഒരു ടൈം മുതൽ അപ്പു അല്ല എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യണം. എനിക്ക് പുറത്തുനിന്ന് വേറെ 2 എഡിറ്റേഴ്സ് ഉണ്ട്, അവരാണ് എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യണത്. കാരണം അപ്പൂൻ്റെ വർക്ക് അതിൻ്റെ തിരക്കുണ്ട്, കാരണം അവർക്കൊരു ടീമുണ്ട്, അവർക്ക് കുറച്ച് തിരക്കുണ്ട്. അപ്പം ഞാൻ അതിൽ ചെന്ന് ചെയ്യാൻ പറ്റൂല. അതേസമയം എനിക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്ന് എഡിറ്റൊക്കെ ചെയ്യാൻ ഞാൻ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പൂനോട് ചോദിക്കും. പക്ഷെ ഞാൻ അതിന് പേയ്മെൻറ്റ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ അയാൾ എടുക്കുന്ന ടൈം, അയാൾ എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് ചുമ്മാ അല്ല. ഒരു മനുഷ്യർക്കും വെറുതെ അല്ല സമയം. എല്ലാവർക്കും അവരുടെ സമയവും എഫേർട്ടൊക്കെ വിലപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് അന്ന് ആ ടൈമിലായാലും ഞാൻ എല്ലാവർക്കും പേയ്മെൻറ്റും എല്ലാ കാര്യങ്ങളും അവർ പറയുന്ന ഓക്കെ എനിക്ക് ഇതുണ്ടെങ്കിൽ ഞാൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇന്ന വാങ്ങിച്ചാൽ തന്നെ ചെയ്യുള്ളൂ, ഞാൻ അത് ഫോളോ ചെയ്തിട്ടാണ് ഞാൻ അന്ന് അവരെന്നെ ഹെൽപ്പ് ചെയ്തത്. ആൻഡ് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, എന്നെ എല്ലുമുറുകെ പണിയെടുത്തവരെ കോഴ്സ് ഞാൻ എല്ലാ പരിപാടിക്കും, ഇപ്പം കൊച്ചെറുക്കനായാലും നിങ്ങൾ പ്രീ വെഡ്ഡിങ് ഫംഗ്ഷന് കണ്ടിട്ടുണ്ടായിരിക്കും, അവൻ വന്നിട്ടുണ്ട്. അല്ലാത്തതിന് അവൈലബിൾ അല്ലാത്തുള്ള ഒരാളെ എനിക്ക് കഴുത്തി തൂക്കിയെടുത്തുകൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. പിന്നെ എനിക്ക് പണി തന്നവരെ ഞാൻ വിളിച്ചിട്ടില്ല, ഞാൻ വിളിക്കുകയില്ല ഈ ജന്മം. അങ്ങനെ ഒരു ഹായ് ബൈ പോലും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൂട്ടൻ്റെ അടുത്താണ്. വിഷ്ണു, വൈ ഹർ, എന്തുകൊണ്ട് എന്നെ ചൂസ് ചെയ്തു? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന ഒരാളാണ്. ഞാൻ ഈ റിലേഷൻഷിപ്പിൽ പറഞ്ഞതിന് മുന്നേ ഞാൻ അമ്മുൻ്റെ അടുത്ത് ചോദിച്ചത്, നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നല്ലോ, നമുക്ക് അങ്ങോട്ട് സെറ്റ് ആകുമോ? അപ്പം അമ്മ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ, എടാ റിലേഷൻഷിപ്പിൽ ഫ്രണ്ട്ഷിപ്പ് വേണം, എങ്കിലേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പയർ ആയിരുന്നു സത്യം പറഞ്ഞു. കുറേ കാരണങ്ങളുണ്ട് അത് പറയുന്നതെന്ന് കഴിഞ്ഞാൽ, ഒരുപാടുണ്ട്. ഞാൻ ഞാൻ ആഗ്രഹിച്ചതുപോലത്തെ ഒരു കുട്ടി തന്നെയാണ്. അത് ഞാൻ എപ്പോഴും പറയാണ്. അതിലെനിക്ക് എപ്പോഴും സന്തോഷമേ ഉള്ളൂ. ഞാൻ റെസ്പെക്റ്റ് ചെയ്യണ ഒരു വുമണാണ്. എപ്പോഴും അമ്മൂൻ്റെ അടുത്ത് മാത്രമേ എനിക്ക് താങ്ക്സ് പറയാനുള്ളൂ, എന്നെ ചൂസ് ചെയ്തതിന്. ഓക്കെ, ഇനി അപ്പൂന്ന് ചോദിച്ചാൽ എനിക്ക് വേറെ ബെറ്റർ ഓപ്ഷൻ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല ഗൈസ്. എനിക്ക് എൻ്റെ ഫീലാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്കറിയുള്ളൂ. സോ അപ്പം നമ്മൾ പറയില്ലേ, നമ്മളൊരു ടൈമിൽ മാനിഫെസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഭഗവാനെ എനിക്ക് ഞാൻ വേറെ ഒന്നും ചോദിക്കണില്ല എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച നമ്മളെ കൺമുന്നിൽ ഒരു രൂപം ഇങ്ങനെ അപ്പു എന്നുള്ളൊരു വ്യക്തിയായിട്ട് വന്ന് നിൽക്കുമ്പോഴത്തേക്ക്
എനിക്കിവിടെ നോ എന്ന് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ബിക്കോസ് ഞാൻ ഭയങ്കര നമ്മളിങ്ങനെ പറയൂലേ, നമ്മൾ ഒരു യെല്ലോ പേഴ്സൺ, എൻ്റെ യെല്ലോ പേഴ്സൺ ആണ്. സോ അപ്പം അതുകൊണ്ട് എനിക്ക് അത്രയും പ്രിയപ്പെട്ട, എനിക്ക് അത്രയും സമാധാനം തരുന്ന ഒരാൾ ലൈഫിലുള്ളത് എനിക്ക് വളരെ സന്തോഷമാണ്. പിന്നെ എന്തുകൊണ്ട് അപ്പുവിനെ ചൂസ് ചെയ്താൽ നമുക്കൊരിക്കലും ഒരാളെ ചൂഴ്ന്ന് നോക്കാൻ പറ്റൂല. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് ആ ബേസിക് ക്വാളിറ്റീസ്, പിന്നെ എനിക്ക് ഞാനും എപ്പോഴുള്ള വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത് പറഞ്ഞപ്പോ എനിക്ക് പറയാനുണ്ട്, നമ്മളൊരു ടൈം പീരീഡ് നമ്മൾ കണ്ടുമുട്ടിയ സമയം തൊട്ട്, അതായത് ഫ്രണ്ട്സ് ആയ ടൈം തൊട്ട് അതിന്റെ പുറകിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ചൊറിയായിരുന്നു. അത്യാവശ്യം കുറെ കാര്യങ്ങളായിരുന്നു. അപ്പൊ നമ്മളെ ചിലപ്പോ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അവർക്ക് ഇഷ്ടപ്പെടൂല. എനിക്ക് അങ്ങനെയല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ അലച്ചലച്ചിരിക്കും എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഗൈസ്, ആ അലപ്പ് എവിടെയെന്ന് മാത്രം ചോദിക്കരുത്. കാരണം ഞാൻ ചോദിക്കണ്ട അപ്പൊ പണ്ടത്തെ അപ്പു എവിടെയെന്ന്. കാരണം ഞാൻ ഈ റിലേഷൻഷിപ്പിൽ വരണേന് മുമ്പ് വരാം, മീൻസ് നമ്മുടെ ഈ കല്യാണം ഉറപ്പിച്ച് ഇതിലോട്ട് വരണേന് മുമ്പും, അതായത് ഞാൻ ലാസ്റ്റ് കണ്ട അപ്പവും പിന്നെ അതിനുശേഷം ഞാൻ എഡിറ്റർ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ വരണ അപ്പവും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഇങ്ങനെ കൂട്ടത്തിൽ വരുമ്പോഴത്തേക്ക് ഞാൻ ഒരാളടുത്ത് പറയുമായിരുന്നു, നിനക്ക് ഒറ്റയ്ക്ക്, ഞാൻ ഇങ്ങനെ ചോദിക്കും, നിനക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല, നീ ഇതിന് ഇവരെല്ലാരെയും കൊണ്ടുവരണം. എനിക്ക് അപ്പുവിനെ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് അറിഞ്ഞുകൂടൊക്കെ. ഞാൻ സെയിം ഇതാണ് ഞാനും മീനാക്ഷി. എനിക്ക് മീനാക്ഷി കണ്ണിന് നേരെ കണ്ടു, പക്ഷെ ഇപ്പോൾ എനിക്ക് വെച്ചാൽ മീനാക്ഷി കാണാതിരിക്കാൻ പറ്റൂല. കാരണം അത്രയും അവൾ എൻ്റെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ അപ്പൂപ്പം, കാരണം എനിക്ക് കണ്ണിനെതിരെ കണ്ടുകൂടായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ അവൻ്റെ സ്റ്റോറി കേട്ടു അറിഞ്ഞപ്പം മുതൽ പിന്നെ എനിക്കൊരു വെറുക്കാൻ വേണ്ടിട്ട് എന്നാലും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. അവർക്ക് മൈൻഡിൽ അങ്ങനെയായിരുന്നെങ്കിൽ പോലും ഞാൻ പഴയത്. അപ്പൊ എനിക്ക് ഇന്ന് നിന്റെ സ്റ്റോറി കേട്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം. എനിക്ക് സഹതാപം ആണെന്ന് എനിക്ക് തോന്നണില്ല, മേ ബി ഭാവം, അത് സഹതാപമാണ് എന്തോ ഷോ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ മറ്റേ ശ്രീകണ്ഠൻ നായർ ഷോ അത് കാണണം. അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇതായിപ്പോയി. കാരണം എന്റെ പ്രായം അത് അവളെ പ്രായം അത്. അപ്പൊ എന്റെ പ്രായത്തിൽ അവള് ചെയ്ത കാര്യങ്ങളായിരിക്കും ഞാൻ അവളെ ഒരു നോട്ടം കൊണ്ട് പോലും ഒന്നും വേദനിപ്പിക്കാൻ പോലും പറ്റാത്തൊരു ഇതായി. അതൊക്കെ കണ്ടപ്പോ എനിക്ക് ആ സമയം തൊട്ട് എനിക്ക് റെസ്പെക്റ്റ് ആണ്, സത്യം പറഞ്ഞു, ഭയങ്കര റെസ്പെക്ട്. പിന്നെ എനിക്കത് ഫീൽ ചെയ്തു തുടങ്ങി. കാരണം ഞാൻ അപ്പൂൻ്റെ അടുത്ത് വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഞാൻ ചോദിക്കും, എടാ അവിടെ ഒന്ന് നിർത്തോടാ, എനിക്കൊരു സാധനം എടുക്കാൻ വേണ്ടി. അപ്പം ഞാൻ പറയും, നീ എന്തിനിങ്ങനെ നിർത്തോടാ എന്ന് ചോദിക്കണം. നീ അവിടെ നിർത്തണമെന്ന് പറയടി, കാരണം നിന്റെ കാറല്ലേ. നമ്മൾ ഇപ്പോഴത്തെ അല്ല, എനിക്ക് വേറൊരു 800 ഉണ്ടായിരുന്നു, ഞാൻ ഡ്രൈവിങ് ഓടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച. അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. എനിക്ക് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു ഹെൽത്ത് ഇഷ്യൂ വന്നപ്പോഴത്തേക്കും എനിക്ക് വേറെ ആരുമില്ല, അപ്പു മാത്രം എന്നെ ഹെൽപ്പ് ചെയ്യണ്ടായിരുന്നുള്ള ആ സമയത്ത്. വേറെ ഉണ്ട് 3-4 പേര് ചുറ്റുമുണ്ട്, 2-3 പേരുണ്ട്. പക്ഷെ എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ അപ്പു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അന്ന് മുതലേ എനിക്ക് ആ ഒരു റെസ്പെക്റ്റ് അല്ല, അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ല. കാരണം ഞാൻ നിന്റെ ലൈഫിൽ ആരുമല്ല, നിന്റെ ഒരു ലൈഫിൽ ഒരു പാർട്ടില്ല. പക്ഷെ നീ എനിക്ക് ആ തരുന്ന ആ ഒരു റെസ്പെക്റ്റ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പം നീ ചിന്തിക്കുമായിരിക്കും മേ ബി, നമുക്കാണെങ്കിൽ നമ്മൾ ആ ഒരു ഹെൽപ്പ് ചെയ്യാൻ നീ കാണിച്ച മെൻറ്റാലിറ്റിയൊക്കെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, നിന്നോട് ഒന്നേ പറയാനുള്ളൂ, ഭീഷണിയാണോ? കുറച്ചൊന്ന് കുറയ്ക്കൂ. നീയാണോ ലോകത്ത് ഫസ്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരുത്തനെ കല്യാണം കഴിക്കുന്നുണ്ടെന്ന് കരുതി ഓവർ ക്യൂട്ട്നെസ്സും വാരി വിതറിയാണ്. ബോറിംഗ് ആണ് ബോറിംഗ് ആണ് നീയും നിന്റെ അവനും. ഇത് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ ടൈപ്പ് ചെയ്തോളൂ. ഓക്കെ ഗൈസ്, ക്യൂട്ട്നെസ് വിതറി, മറ്റേ വിഷം വിതറിയാണെങ്കിൽ ക്യൂട്ട്നെസ് വിതറി. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ എൻ്റെ ചാനൽ പണ്ടേ കണ്ടുവരുന്നവരാണെങ്കിൽ അറിയാം, ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഒരു ടൈമിന് ഞാൻ ഹൈപ്പർ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര വെകിളിയാണ്. അതായത് ചക്കക്കൂട്ടാൻ കണ്ട പിള്ളേർ, വെകിളി പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടാൻ കണ്ട പോലെ എന്ന് പറയണ പോലെ ഞാൻ ഇങ്ങനെയാണ്. ഞാൻ ഹാപ്പി, ഞാൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് മോഡായി കഴിഞ്ഞാൽ എനിക്ക് അപ്പൊ ഞാൻ അത് എക്സ്പ്രസ് ചെയ്യും. കാരണം ഞാൻ ഇങ്ങനെയാണ്, അതായത് എൻ്റെ സങ്കടം ഞാൻ എക്സ്പ്രസ് ചെയ്യാറുണ്ട്, എൻ്റെ ദേഷ്യം ഞാൻ എക്സ്പ്രസ് ചെയ്യാറുണ്ട്,
പറയാറുണ്ട്. എൻ്റെ സന്തോഷം, എൻ്റെ എക്സൈറ്റ്മെൻറ്റ്, എൻ്റെ ആൻസി എല്ലാം ഞാനൊരു എക്സ്പ്രസീവ് പേഴ്സൺ ആണ്. അപ്പോൾ എനിക്ക് സന്തോഷം വരുമ്പോൾ ഇപ്പം എൻ്റെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കുന്നത് ഒരിക്കലും എനിക്ക് ഈ 27ാമത്തെ വയസ്സിൽ ഞാൻ ക്യൂട്ട്നെസ് വെതറിയിട്ട് ഞാൻ എന്തിനു ചെയ്യാൻ, വല്ല 5 വയസ്സ് എനിക്ക് ക്യൂട്ട്നെസ് വെതറി ഇത് എൻ്റെ മാനറസ് ആണ്, അതെനിക്ക് മാറ്റാൻ പറ്റൂല. അതായത് ഞാൻ ഇങ്ങനെയാണ്, ഞാനെന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെയാണ്. ഇപ്പം നിങ്ങളോട് കൈ എന്തിന് ഇങ്ങനെ സംസാരിക്കണേന്ന്, ലാലേട്ടൻ തോള് ചരിക്കുന്നത് ലാലേട്ടൻ മനഃപൂർവ്വമാണോ ഇന്നത്തേക്ക് ഇത്രയും തോള് ചരിച്ചു വെച്ചേക്കാം? അങ്ങനെയല്ലല്ലോ, അത് ഓരോരുത്തരുടെ മാനറസ് ആണ്. ഞാൻ എന്നെ ലാലേട്ടനെ കൂടെ കമ്പയർ ചെയ്തതല്ല, ഇനിയിപ്പം എൻ്റെ കേസുണ്ടോ അങ്ങനെയല്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ മാനറസ് ആണ്. ഒരാൾ സംസാരിക്കണത്, അപ്പു എപ്പോഴും വെച്ചാൽ അപ്പു ടീഷർട്ടിനകത്ത് കൈ ഇട്ടാണ് അപ്പു ഇരിക്കണമെന്ന് കാണിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് അപ്പു എപ്പോഴും ഇരിക്കുന്ന, സ്റ്റിൽ ഇതേപോഴാണ് അക്കു ഇരിക്കണത്. അപ്പൊ അത് അവരുടെ മാനറസ് ആണ്. അപ്പൊ എനിക്ക് അതിൽ കയറി ഞാൻ എന്ന് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഇപ്പം ഇങ്ങനെയാണ്, എൻ്റെ കൈയൊക്കെ ഞാൻ പണ്ട് ഇങ്ങനെയാണ്. സ്കൂളിൽ പഠിക്കുന്ന ആഴത്തോട് ചോദിക്കും, ഞാൻ ബസ് സ്റ്റാൻഡിലൊക്കെ സംസാരിക്കാൻ വെച്ചാൽ എടീ തന്നെയാണീ ആ ടീച്ചർ അങ്ങനെ, എൻ്റെ കണ്ണും പല്ലും കൈയൊക്കെ അങ്ങ് അഭിനയിക്കും. കാരണം ഞാൻ ഇങ്ങനെയാണ്. അപ്പം എനിക്ക് ആ മാനറിസത്തിനെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും എന്നെനിക്ക് തോന്നണില്ല. ഞാനിതിൽ കണ്ട ഒരു കമൻ്റാണ്, ഐ റിയലി ജെന്യുവിൻലി ഹോപ്പ് യു വിൽ റീഡ് ദിസ് മെസ്സേജ്. ഓഫ് കോഴ്സ് അച്ഛൻ കാരണം ഒരുപാട് ജീവിതത്തിൽ സഹിച്ചും കഷ്ടപ്പെട്ട് വളർന്നു വരുന്ന ആളാണല്ലോ ഗംഗ. ഓഫ് കോഴ്സ് ചൈൽഡ്ഹുഡ് ട്രോമ എല്ലാം കാരണം അച്ഛൻ ശരിക്കും നോക്കാത്തത് കൊണ്ടാണല്ലോ. അങ്ങനെ ഇരിക്കെ അപ്പു ആസ് എ ഫാദർ, അപ്പുവിൻ്റെ ലൈഫിൽ ഗംഗ വരുന്നത് കൊണ്ട് അപ്പുവിൻ്റെ കുട്ടിയെ ഇത് എത്രത്തോളം ബാധിക്കും? ഗംഗയ്ക്കുണ്ടായ സെയിം ചൈൽഡ്ഹുഡ് ട്രോമ സ്വന്തം അച്ഛനിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം എല്ലാം നിഷേധിക്കുകയല്ലേ ആ കുട്ടിക്ക് നിങ്ങളുടെ മാരേജ് വഴി ഉണ്ടാകുന്നത്? ഓക്കെ, അതിൽ എന്താണ് ഗംഗയുടെയും അപ്പുവിൻ്റെ ഒപ്പീനിയൻ? യു ക്യാൻ നെഗ്ലക്ട് ദിസ് ക്വസ്റ്റ്യൻ ഇഫ് യു വാണ്ട് ദിസ്, ജസ്റ്റ് think by yourself and give a genuine reply. Anyway, happy married life dear, stay strong and beautiful. Okay അപ്പൂട്ടാ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ല അപ്പൂട്ടന് പറയാനുള്ളത്? ഇപ്പം അമ്മുവിന്റെ ലൈഫിൽ നടന്നതും എൻ്റെ ലൈഫിൽ നടന്നതും രണ്ട് കാര്യങ്ങളാണ്. എൻ്റെ ഫീലിങ്സ് അല്ലെങ്കിൽ എൻ്റെ ഇത് ആദ്യമേ ഞാൻ പറയാം, അപ്പൂനെയും എൻ്റെ അച്ഛനെയും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ കമ്പയർ ചെയ്യാൻ പോലും അർഹിക്കുന്നില്ല എൻ്റെ അച്ഛൻ അപ്പൂനെ വച്ചിട്ട്. കാരണം എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ വ്യക്തി, ഞാൻ കണ്ട് വളർന്നത്, ഞാൻ കണ്ടത് എന്ന് പറയണത്, ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് പറഞ്ഞേക്കാനും, ഞാൻ ശ്രീകണ്ഠൻ നായർ ഷോയിലോ ജോഷ് ടോക്കിലോ ഞാൻ പറഞ്ഞത് 10-15% മാത്രമാണ്. ബാക്കി ഉള്ള 85% നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാ ആ വ്യക്തി എന്താണെന്നുള്ളത്. ആ വ്യക്തി ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ള ട്രോമ എന്ന് നിങ്ങൾ അതിൽ പറഞ്ഞില്ലേ. ഓഫ്കോഴ്സ് എനിക്ക് ചൈൽഡ്ഹുഡ് ട്രോമയുണ്ട്, അത് നന്നായിട്ട് അറിയാന്നുള്ള ഒരാളാണ്. അപ്പോൾ ഇന്നലെയും രാത്രി അറിയാമല്ലോ ഒരു വിളി, ഇപ്പം അമ്മ എന്ന് വിളിക്കുന്ന അപ്പൂട്ടാ എന്നാ വിളിക്കണം. അന്ന് ലൈക്ക് ഇപ്പം ഇതായിപ്പോയി, യൂസ്ഡ് ആയിപ്പോയി. അപ്പം നമ്മൾ ഒരുമിച്ചല്ലേ എപ്പോഴും. അപ്പം ഞാൻ ഇങ്ങനെ പേടിരുമ്പോഴത്തേക്ക് മീൻസ് ആ ഒരു ട്രോമ എനിക്കൊരിക്കലും എൻ്റെ അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആയതുകൊണ്ടുണ്ടായതല്ല. എനിക്ക് കുഞ്ഞിലെ ഉണ്ടായ ഒരു ചൈൽഡ് അബ്യൂസ്, എനിക്കുണ്ടായ ഒരു സെക്ഷൽ ചൈൽഡ് അബ്യൂസിൽ നിന്ന് എനിക്കുണ്ടായ ഒരു ട്രോമയാണ്. എൻ്റെ ലൈഫിൽ 2 തവണ എനിക്കൊരു സെക്ഷൽ അബ്യൂസ്, എനിക്ക് ചൈൽഡ് അബ്യൂസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നുണ്ടായ ട്രോമയാണ് ഞാൻ ഈ രാത്രി വിളിക്കുന്നത്. എനിക്ക് രാത്രി ഇരുട്ടത്ത് ഒരു നിഴൽ കാണുമ്പോൾ എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എനിക്ക് ഉണ്ടായ ഒരു ചൈൽഡ്ഹുഡ് അബ്യൂസിൽ നിന്നുണ്ടായ ട്രോമയാണ്. അല്ലാതെ ഒരിക്കലും എൻ്റെ അച്ഛനും അമ്മയും ഹെൽത്തി വേയിൽ ഡിവോഴ്സ് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഹെൽത്തി പേഴ്സൺ ആയിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് എനിക്കിന്നിങ്ങനെ ലൈക്ക് എന്താ പറയുക, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരൂലായിരുന്നു. ആൻഡ് എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആ വ്യക്തി, എനിക്ക് ആ വ്യക്തി എന്ന് നമുക്ക് പറയാം, ആ വ്യക്തി അപ്പും കൂടെ തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരിക്കലും അപ്പുവിൻ്റെ എക്സ് വൈഫിന് ഒരു ഡൊമസ്റ്റിക് വയലൻസ് എടുത്തിട്ട് അടിക്കുകയോ ശാരീരിക ഉപദ്രവം ചെയ്യുകയോ ചീറ്റ് ചെയ്യുകയോ തെറി വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ലൈക്ക് ആ വ്യക്തി, അതായത് നിങ്ങൾ ഈ പറയുന്ന കമ്പയർ ചെയ്യാൻ പറഞ്ഞ ആ വ്യക്തി ഇതിനെല്ലാം എക്സ്ട്രീം ഓപ്പോസിറ്റാണ്. ഇപ്പം 1-2 തെറി വിളിക്കണം ശരിയാണെന്നല്ല, പക്ഷെ 1-2 തെറിയോ അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ നേരം വെളുത്ത അവസാനം വരെ വായിൽ തെറി മാത്രം വിളയാടുന്ന ആ വ്യക്തിക്ക്, അല്ലെന്നുണ്ടെങ്കിൽ എനിക്കത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തിയെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല, പക്ഷെ എന്നാലും ഞാനത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അബ്യൂസോ ട്രോമയോ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ കുഞ്ഞിനെ ഒരിക്കലും എടുത്തിട്ട് അടിക്കുകയോ കുഞ്ഞിനെ മെൻ്റലി ടോർച്ചർ ചെയ്യോ ഫിസിക്കലി ടോർച്ചർ ചെയ്യോ
ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ആ വ്യക്തി ഈ വ്യക്തിയും ഒരേപോലെ ആവുന്നത്? പിന്നെ എനിക്ക് ചൈൽഡ്ഹുഡ് ട്രോമ, ഇപ്പം മേ ബി എനിക്കൊരു ഹെൽത്തി പാരൻറ്, ആ സൈഡിൽ ഹെൽത്തി ആളാണെന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിക്ക് സെപ്പറേറ്റ് ആണെങ്കിൽ ഒരിക്കലും മേ ബി എന്നെ ബാധിക്കില്ല. കാരണം ലൈഫിൽ ആദ്യമായിട്ട് ഡിവോഴ്സ് ആവുന്നവരല്ല, കുഞ്ഞുണ്ടായിട്ട് ആദ്യമായിട്ട് ഡിവോഴ്സ് ആവുന്നവരല്ല അപ്പവും എക്സ് വൈഫും. അപ്പം അതൊരു മോശം കാര്യം. കാരണം ഒരുമിച്ച് പോകാൻ പറ്റാത്ത ബന്ധങ്ങളിൽ നിന്ന് നോ പറഞ്ഞ് ഇറങ്ങി പോകാൻ പറ്റുന്നത് ഒരു വലിയ കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. അച്ഛൻ ശരിക്കും നോക്കാത്തോണ്ടാണ് ഞാൻ ട്രോമ അല്ല, അച്ഛൻ ശരിക്കും നോക്കാത്തോണ്ട് ഞങ്ങൾ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്, നോക്കാത്തോണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അപ്പം അത് വേറെ ഇത് വേറെ. അപ്പം ഒരിക്കലും കമ്പാരിസൺ ചെയ്യാനാണ് ഒരിക്കലും എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു യോഗ്യനല്ല അപ്പൂനെ വെച്ച് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ഒരു കമ്പാരിസൺ വേണ്ട. പിന്നെ ചോദിച്ചിട്ടുള്ളത്, ഓക്കെ, ഇപ്പം ഞാനും അപ്പൂടെ കല്യാണം കഴിച്ചുകൊണ്ട് ആ കുഞ്ഞിന് കൊടുക്കേണ്ട സ്നേഹം ഞാൻ തട്ടിപ്പറിച്ചെടുത്താണ്? ഒരിക്കലുമില്ല. കാരണം ആ കുഞ്ഞിൻ്റെ അമ്മ, അതായത് അപ്പൂൻ്റെ എക്സ് വൈഫ്, പുള്ളിക്കാരി വേറെ ഒരാളോടെ ജീവിക്കുകയാണ്. പുള്ളിക്കാരി സ്നേഹിച്ച ഒരാളുടെ കല്യാണം കഴിച്ച് ജീവിക്കുമ്പോൾ അവിടെ കയറി ഞാൻ എന്തിന് ബഹളം വെക്കണം, അല്ലെങ്കിൽ അവിടെ കയറി എന്തിന് ബഹളം വെക്കണം? അപ്പം അതുകൊണ്ട് പുള്ളിക്കാരി വേറെ ജീവിതം ജീവിക്കുന്നു. സ്വന്തം അച്ഛനിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം ഒരിക്കലും ഞാൻ അപഹരിച്ചെടുക്കൂല ഗൈസ്. കാരണം എനിക്ക് ഇന്ന് ആ കുഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ കല്യാണം കഴിക്കില്ലായിരുന്നു. ഞാനിതിപ്പോൾ അപ്പൂൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അപ്പു ഇപ്പം കുഞ്ഞ് നമ്മളോട് ഉണ്ടായിരുന്നു, ഓഫ് കോഴ്സ് ഞാൻ ഇപ്പം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പു ഒരിക്കലും കല്യാണം കഴിക്കൂല. അത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം കുഞ്ഞുണ്ടായിരുന്നുണ്ടെങ്കിൽ കാരണം കുഞ്ഞുണ്ടായിരുന്ന സമയത്ത് അപ്പൂനെ എനിക്കറിയാം, കുഞ്ഞില്ലാത്ത സമയത്ത് അപ്പൂനെ എനിക്കറിയാം. കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അപ്പു ഒരിക്കലും കല്യാണം കഴിക്കൂലായിരുന്നു. പിന്നെ ഇൻ കേസ് അങ്ങനെയാണ്, ഓക്കെ, ഞങ്ങൾ തമ്മിൽ കല്യാണമൊക്കെ ഉറപ്പിച്ചതിന് ശേഷം ആണ് കുഞ്ഞ് ഞങ്ങളെ ലൈഫിലോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ആ കല്യാണം കുറച്ച് നീട്ടി വെച്ചേനെ. കാരണം ഞാൻ നോക്കും, ആ കുഞ്ഞിന് ഞാൻ ഓക്കെ ആവുമോ എന്ന് നോക്കും. ഓഫ് കോഴ്സ് ഞാൻ നോക്കിയിട്ട് പോലും. കാരണം ആ രണ്ടുപേരുടെ ലൈഫിലോട്ട് ഞാൻ ചെന്ന് കയറുമ്പോൾ അവർ തമ്മിലുള്ള ബോണ്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്യാൻ പാടില്ല, അവർ തമ്മിലുള്ള സ്നേഹവും ഞാൻ കളയാൻ വേണ്ടിയിട്ട് പാടില്ല. ഞാൻ കുഞ്ഞിനൊരു അമ്മയാവാൻ ട്രൈ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രമിക്കുന്നത് ഞാൻ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ, എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന, ഏത് സങ്കടത്തിനും ഒരു ചുമരാവാൻ പറ്റുന്ന ഒരു തോളാവാൻ പറ്റുന്ന ഒരാളാവാനേ ഞാൻ ശ്രമിക്കുകയുള്ളായിരുന്നു. സോ അതുകൊണ്ട് കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് ഇപ്പം ഈ കല്യാണം നടക്കൂലായിരുന്നു. കുറച്ച് പോസ്റ്റ്പോൺ ചെയ്തിട്ട് നാളെ ഇനി അടുത്ത വീഡിയോയിൽ വരണം കേട്ടാ. കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അപ്പൂനൊരിക്കലും കല്യാണം കഴിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച്. അപ്പം അതുകൊണ്ട് അപ്പൂനെ കുഞ്ഞുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പം കല്യാണം കഴിക്കില്ലായിരുന്നു. കുറച്ച് നാൾ ഞാൻ മേ ബി ഒരു 30-35 ആയിട്ട്. കാരണം കുഞ്ഞിന് ഓക്കെ ആയി, ആ കുഞ്ഞ് കംഫർട്ടബിൾ ആവുന്ന ഒരു ഡേ, ഓക്കെ ഇതിന് ഓക്കെ ആണ് എന്നുള്ള സമയത്തിനുള്ള, അല്ലാതെ അപ്പൂൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ട്, എൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് കൊണ്ട് കയറിയിട്ട് അങ്ങനെ ചെയ്യൂലായിരുന്നു. ഇനി അപ്പൂട്ടനാണ് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി അപ്പൂട്ടൻ നാളെ ഒരു സമയത്ത് എൻ്റെ മോക്ക് ഒരു ആവശ്യം വന്നാൽ ഉറപ്പായിട്ട് ഞാൻ ഉണ്ടാവും, നമ്മളുണ്ടാവും. അപ്പം അത്രേ ഉള്ളൂ. അപ്പം എന്തോന്നു, ഇപ്പം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പം കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ മതി കുഞ്ഞ് എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട്. ഓഫ് കോഴ്സ് അത് നല്ല തീരുമാനം. ചിലപ്പോൾ ആക്സിഡൻറ്റിൽ പ്രഗ്നൻസി ഉണ്ട്, അപ്പം ചിലർ അത് വേണ്ടെന്ന് വയ്ക്കും, ചിലർ വേണമെന്ന് വയ്ക്കും, പിന്നെ ആയിരിക്കും വർക്കൗട്ട് ആകാത്ത. അപ്പം നമുക്കൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ജീവിതം പ്രഡിക്റ്റബിൾ അല്ല ഗൈസ്. ഓക്കെ, ഒരിക്കലും പറ്റൂല. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മളെടുത്താണേ. മാരേജ് കഴിഞ്ഞ് എപ്പോഴെങ്കിലും ബേബി പ്ലാനിങ് ഉണ്ടോ? ചോദിക്കാൻ കാരണം അഡോപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത് കേട്ട് ഒരു വീഡിയോ. എനിക്ക് എപ്പോ വേണം ആവാലോ. പക്ഷേ ഞാൻ അങ്ങനെയല്ല, ഞാൻ അമ്പിളിയെടുത്ത് ചോദിച്ചു, നീ എപ്പോ ഓക്കെ ആവും അപ്പം മതി. എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ അമ്മയ്ക്കുന്ന റീൽ എന്തായിരുന്നു അറിയുമ്പോൾ, കൊച്ചുങ്ങളെ കാല് നടന്നു വരിക, ഓടി വരിക, കൊച്ചുങ്ങളൊക്കെ എൻ്റെ അമ്മ അയക്കണത്. അപ്പം ഞാൻ ഓൾറെഡി ഞാൻ ഈ കുഞ്ഞുങ്ങളെ കാര്യം സംസാരിക്കുമ്പോൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ എപ്പോഴാണോ മെൻ്റലി ഫിസിക്കലി നീ ഓക്കെ ആവുന്നത് അപ്പം നീ ഒരു കുഞ്ഞിന്, കാരണം അപ്പൂന് ഇപ്പം ഓക്കെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ട് ഓക്കെ കുഴപ്പമില്ല, കുഞ്ഞ് എന്നുള്ള സീനില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ മെൻ്റലി ഓക്കെ ആവണം, ഞാൻ ഫിസിക്കലി ഓക്കെ ആവണം. എനിക്കിപ്പം അത് ആലോചിക്കും കൂടെ ഗൈസ്. എനിക്ക് ആലോചിക്കുമ്പോൾ ടെൻഷനാണ്.
കാരണം ഞാൻ ഒരുപാട് പേര് കുഞ്ഞുങ്ങളെ വളർത്താനുണ്ട്. പിന്നെ അക്കുവിനും അബിയൊക്കെ ഞാനാണ് ഒരു കുറച്ച്, കാരണം മാമിയും അവനൊക്കെ ജോലിക്കും, എൻ്റെ അമ്മ എല്ലാവരും ജോലിക്കും, ആ 2 ദുമക്കന്മാരെ ഞാനാണ് നോക്കിയിട്ടുള്ളത്. അപ്പം എനിക്ക് ആ ഒരു ഇതറിയാം, ആ ഒരു പ്രോസസ്സ് അറിയാം. അപ്പം ആ ഒരു പ്രോസസ്, കാരണം അമ്മയുടെ അത്രയും വരൂല, എന്നാലും ആ നോക്കുന്ന ആ ഒരു നാനി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അല്ലേ, എന്തിനാ കുഞ്ഞുങ്ങളെ നോക്കുന്ന. പക്ഷെ അത്രയും ആ ഒരു പ്രോസസ്സ് എനിക്കിപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. പിന്നെ അഡോപ്റ്റ് ചെയ്യുക ഗൈസ്. ഞാൻ അപ്പു ലൈഫിൽ വരുന്നതിന് മുമ്പേ എൻ്റെ പ്ലാൻ അങ്ങനെയായിരുന്നു, ഞാനൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത്. മേ ബി അത് ഭാവിയിൽ അഡോപ്റ്റ് ചെയ്തേക്കാം. പക്ഷെ ഇപ്പം ഞങ്ങൾ എന്തായാലും കുഞ്ഞ് എന്നുള്ളൊരു ഞങ്ങൾ ആലോചിക്കുന്നില്ല, കൊച്ചുങ്ങൾ വേണം എന്നുള്ളത്. കാരണം ഇനിയിപ്പം ഇൻ കേസ് ഒരു വർഷത്തിൽ 1-2 വർഷത്തിൽ ആക്സിഡൻ്റലി പ്രഗ്നൻ്റ് അല്ലെങ്കിൽ ഒന്ന് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്തിടണം കേട്ടാ. കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് ഗ്ലാമികങ്ങ പറഞ്ഞു. പിന്നെ കുഞ്ഞുങ്ങൾ, കാരണം ഇങ്ങനെയൊക്കെയാണല്ലോ ഇപ്പം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ ഇപ്പം എന്തായാലും ഒരു ഇതില്ല, കാരണം ഞാൻ ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു ഇതാണ്. കാരണം അല്ലേ, ആലോചിച്ചു എൻ്റെ ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ട എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. ഓക്കെ, കാരണം ഇപ്പം പറയൂ എന്തൊരു സാധനം അങ്ങനെ ഇങ്ങനെ, അങ്ങനെയല്ല ഗൈസ്. ആ പിന്നെ ഒരു മദർഹുഡ് എന്ന് പറയുന്നത് അതൊരു വേറൊരു ടൈപ്പ് സാധനമാണ്. അപ്പം അത് അത്രയും ഒരു മെച്യൂരിറ്റി വേണം ഒരു കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യാൻ. അത്രയും ക്ഷമ വേണം. ക്ഷമയെന്ന് ഇപ്പം പറയും താനേ പഠിച്ചോളൂ, പക്ഷെ അങ്ങനെയല്ല. ഞാൻ കുറച്ചുകൂടെ മെൻ്റലി ഒന്ന് മെച്ചറാവണം. ഞാൻ പല കാര്യത്തിലും എനിക്ക് മെച്ചറാവാണ്ട്, എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് നമുക്ക് ആലോചിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ആലോചിക്കാറില്ല. ഓക്കെ, പാർട്ട്ണറിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? എന്നെ കെയർ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും കാര്യങ്ങളിൽ തെറ്റ് പറ്റി കഴിഞ്ഞാല് അത് പറഞ്ഞു തിരുത്തി, അത് ഇങ്ങനെയല്ല ഇങ്ങനെയാണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തിരുത്തൽവാദി അത്. പക്ഷെ അത് അങ്ങനെ ആണെന്ന് പറഞ്ഞു തരുകയും ചെയ്യും, അതിലാണ് ഇത്. അല്ലാതെ നീ എന്തിനിങ്ങനെ ചെയ്തത് ഓൾറെഡി അങ്ങനെ കാണിക്കുമ്പോഴേ നമുക്ക് ദേഷ്യമായി. പക്ഷെ അങ്ങനെ അതങ്ങനെയല്ല, അത് പറയണ ഒരു മോഡുലേഷന് വേറെ. അതങ്ങനെയല്ല, ഇങ്ങനെ ചെയ്, ഇങ്ങനെ പറ, അങ്ങനെ ചെയ്യും. കുത്തി പറയണ ഇല്ല, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്ന് പറയുന്നത് എനിക്ക് അപ്പൂനെ ഭയങ്കര ഇഷ്ടമാണ്. ചിൽ കൂൾ ബഡിയാണ്. ആവശ്യമില്ലാത്ത ടെൻഷൻ, ആവശ്യത്തിലുള്ള സ്ട്രെസ് ഇല്ല, ഒന്നുമില്ല. ചില സമയത്ത് എനിക്ക് തോന്നി ഈ ഭൂമിയിൽ ജീവിക്കുന്നേ ഇല്ല എന്ന്. കാരണം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യും പുള്ളിയുടെ ഇരുന്നാല്. സോ ആവശ്യമില്ലാത്ത ടെൻഷൻ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ഓക്കെ, ചേച്ചി ചേട്ടനെ ആദ്യമായി കണ്ടപ്പോൾ ഉള്ള മൈൻഡ് എന്തോ ആയിരുന്നു? ഞാൻ പറഞ്ഞുതരാം. ഞാൻ അപ്പൂൻ്റെ വീഡിയോസ് കാണുമായിരുന്നു. അപ്പം ഞാനപ്പം അന്ന് ഞാൻ ചെന്ന് ചോദിച്ചത്, നിങ്ങളിൽ പെൺവേഷം കെട്ടണ ഒരു ചേട്ടൻ ഉണ്ടല്ലോ, ഞാൻ ഫാനാണ്, എനിക്ക് പെൺവേഷം റോള് ചെയ്യണം ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമുണ്ട്. സീരിയസ്ലി ഒരു മതിലിൻ്റെ അപ്പുറത്ത് ഞാൻ നിങ്ങളിൽ പെൺവേഷം. അപ്പം ആ ചോദിച്ച ആളിങ്ങനെ ചൂണ്ടി കാണിച്ചാൽ അതാണ് ഈ ചേട്ടനാണ് ആ പെൺവേഷം കെട്ടണം. ഞാൻ ഭയങ്കര നിഷ്കുമായിരുന്നു കേസ്, അത് പക്ഷെ പാടില്ല. ഇപ്പം പെട്ടെന്ന് ഫസ്റ്റ് ടൈം കാണുന്ന ഒരാളെ പണ്ടൊക്കെ ഞാൻ അങ്ങനെ ഇരുന്നു. ഒരു 20-21 വയസ്സില്ലേ, ആൾക്കാർ ചുറ്റി പിടിക്കുമായിരുന്നു. എന്തിനാന്ന് എനിക്ക് ഭ്രാന്തായിരുന്നു. അതല്ലേ പറയണ, എല്ലാരും ഒരേപോലെ അല്ല. ഞാൻ അങ്ങനെയായിരുന്നു ഫസ്റ്റ് ടൈം കണ്ട. എനിക്ക് ഇപ്പം അങ്ങനെ പെട്ടെന്ന് പോയി മിണ്ടാൻ അങ്ങനെയൊന്നും പറ്റൂല. പിന്നെ പോവാ മിണ്ടും. ഓക്കെ, അപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ഇരുന്നു. വലിയ പെൺവേഷം കെട്ടണ ഒരു ചേട്ടൻ ഉണ്ടല്ലോ, ഞാൻ ഫാനാണ് എന്നും പറഞ്ഞാണ് ഞാൻ പോയത്. പിന്നീട് അവിടെ മിണ്ടി തുടങ്ങിയപ്പോ എങ്ങനെയാണെന്ന് താപിന്റെ ഫസ്റ്റ് ആയിരുന്നു. അങ്ങനെ. അടുത്ത ക്വസ്റ്റ്യൻ, ചാടിക്കളിക്കുന്ന കുഞ്ഞിരാമനെ കിട്ടിയത് കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു നടക്കാം എന്താണ്? അപ്പോണാ ചാടിക്കളിക്കണ. എന്നിട്ട് പിന്നെ ആ പാടുന്നത് കെടാ കുഞ്ഞിരാമൻ ഓടിക്കളിക്കട കുഞ്ഞിരാമ എന്തുവാടേ. എന്ന് വെച്ചാൽ നല്ല നമ്മളെ കൂടെ എല്ലാത്തിനും നിൽക്കുന്ന ഒരാള്, നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആള്, നമ്മളെ സന്തോഷത്തിലൊരു പാർട്ടാവുന്ന, നമ്മളെ സങ്കടത്തിലൊരു പാർട്ടാവുന്ന, അല്ലെങ്കിൽ നമ്മളെ വേസ്റ്റിൽ നമ്മളെ കൂടെ നിന്ന് നമ്മളെ ഹാപ്പി ആക്കാൻ പറ്റുന്ന ഒരാൾ ലൈഫിൽ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയണം പൂട്ടാ നമുക്കൊരു ഗെറ്റ് റെഡി എടുക്കാമോ എന്ന് വിളിച്ചാൽ കൂടെ വരുന്ന, ഞാനത് ഭാഗ്യമായിട്ടാണ് കാണുന്നത്. എത്ര പേർക്ക് അങ്ങനെ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അങ്ങനെ ഇപ്പം
ഞാനിപ്പോൾ പറയണം അപ്പോൾ നമുക്ക് ഇന്ന് ഈ പ്രോഡക്ട്സിൻ്റെ റിവ്യൂ എടുക്കാൻ നീ കൂടെ വരണം, ഈ പ്രോഡക്റ്റ് നീ ഒന്ന് ട്രൈ ചെയ്തൊക്കെ. ഞാൻ ഇപ്പോൾ ലിപ്സ് ഷെയ്ഡൊക്കെ വരുമ്പോഴത്തേക്ക് പിഗ്മെൻ്റ് ലിപ്സിൽ അപ്പൂൻ്റെ ലിപ്സിൽ പിഗ്മെൻ്റ് ആണ്. അപ്പം ഞാൻ ഇതിലൊക്കെ ട്രൈ ചെയ്ത് നോക്കും ഷെയ്ഡ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ നമ്മളെ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് ചാടി കളിക്കുന്ന കുഞ്ഞിരാമനാണെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ അപ്പൂനും അപ്പു എനിക്കൊരു ചാടി കളിക്കുന്ന കുഞ്ഞിരാമനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അമ്പിളിയുടെ അടുത്ത് തന്നെ ഇരിക്കാൻ. കാരണം എൻ്റെ ഇപ്പം ജോലി എനിക്കിപ്പം കുറേ ഇത് ഓഫീസിലൊക്കെ പോയി ജോലി ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അമ്മുവിൻ്റെ കൂടെ അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഗൈസ്, ആളെ കുറെ കാലമായി അറിയാം എന്നുള്ളത് കൊണ്ട് കുറെ സിമിലാരിറ്റീസ് ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടും കംഫർട്ടബിൾ ആണെന്ന് തോന്നിയത് കൊണ്ടും മാത്രം ആളോട് ചോദിച്ചതാണോ മാരേജിനെ പറ്റി? ഓർ മാരേജിന് മുൻപ് ക്ലാരിറ്റി വരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ക്ലാരിറ്റി കിട്ടിയായിരുന്നോ മാരേജിനെ പറ്റി? ഗൈസ്, ഓൾറെഡി എനിക്ക് മാരേജ് എന്നുള്ള കോൺസെപ്റ്റ്, കല്യാണം കഴിച്ച് ഓരോരുത്തർക്കും ഓരോ കോൺസെപ്റ്റാണ് മാരേജിനെ കുറിച്ച്. ഞാൻ എൻ്റെ മാരേജിൻ്റെ കോൺസെപ്റ്റ് എനിക്കൊരു പാർട്ട്ണർ അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കൂട്ടാ ഇല്ലേ? നമ്മൾ ഭയങ്കര ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ചിരിച്ച് അങ്ങനത്തെ ഉണ്ട് വെച്ചാൽ വഴക്കം ഉണ്ടാവില്ല, അടി ഉണ്ടാവില്ല, അങ്ങനെയില്ല. കാരണം വെച്ചാൽ ഞങ്ങൾ രണ്ട് ക്യാരക്ടറുള്ള ആൾക്കാരാണ്. അപ്പം ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് പറ്റൂലായിരിക്കും. അപ്പം ഞങ്ങൾ എടാ നിന്റെ മണ്ട, നിന്റെ മൂക്കാമണ്ട, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഞങ്ങൾക്ക് സംസാരിക്കണം, ഞങ്ങൾ സംസാരിച്ചത്. പിന്നെ എന്തെങ്കിലും ഒരു ഇതുണ്ടായിക്കഴിഞ്ഞാൽ, പിണക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ അന്ന് തന്നെ അത് സോൾവ് ചെയ്തിട്ട് ഉറങ്ങുള്ളൂ. അല്ലാതെ ഉറങ്ങാൻ ഞാൻ ഇയാളെ സമ്മതിക്കില്ല. ഓക്കെ, സംഭവം കാരണം എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഒരു പ്രശ്നം 5 മിനിറ്റ് മാക്സിമം സംസാരിച്ചു. പിന്നെ ഒരു കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഒരു ദേഷ്യം വരെയാണ്, ഞാനിത് ഉപദേശിക്കാൻ. കാരണം ഞങ്ങളിപ്പോൾ കല്യാണം കണ്ട് കുറച്ച് മാസമായിട്ടേ ഉള്ളൂ, പേപ്പറിൽ 2 മാസം 3 മാസം അടുപ്പിച്ചായിട്ടേ ഉള്ളൂ, ആവുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഉപദേശിക്കാൻ ആളല്ല, പക്ഷെ എന്നാലും ഞാൻ പറയാണ്, എന്തെങ്കിലും ഒരു ദേഷ്യം വന്ന് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വരും ഗൈസ്. കാരണം അത് കോമൺ ആണ്. എന്തെങ്കിലും വന്നെന്ന് വെച്ചാൽ പോയി മിണ്ടാതിരിക്കുക, കുറച്ച് നേരം മിണ്ടായിരിക്കുക, ദേഷ്യം തീർന്നിട്ട് വന്ന് സംസാരിക്കുക. ഇന്നാണ് ഒരു ഇതായത് എന്നുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ട്രിഗർ ചെയ്ത കാര്യം എന്താണെന്ന് പറയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വിഷമാക്കിയ കാര്യങ്ങൾ പറയാം. കാരണം കമ്മ്യൂണിക്കേഷനാണ് ഒരു റിലേഷൻഷിപ്പിൻ്റെ കീ. ആ കീ പൂട്ടി എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് പിന്നെ അവിടെ കിടന്ന റിലേഷൻഷിപ്പ് നന്നാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. സോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സംസാരിക്കുക. യെസ്, ഒരു റിലേഷൻഷിപ്പിൽ ക്വാളിറ്റി ടൈം കൊടുക്കുക. ഇപ്പം എൻ്റെ ഒരു ലവ് ലാംഗ്വേജ് വേറെയാണ്, അപ്പൂൻ്റെ ലവ് ലാംഗ്വേജ് വേറെയാണ്. അപ്പം ആ ലവ് ലാംഗ്വേജ് എന്തോ ചെയ്യുക, അതിനനുസരിച്ച് നിൽക്കുക. ഇപ്പം അപ്പൂൻ്റെ ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അപ്പൂനെ ഞാൻ പാമ്പർ ചെയ്യണത് അപ്പു എപ്പോഴും പറയും. അപ്പു ഇതേപോലെ ഒരു ഇന്നർ ചൈൽഡ് ഒരു ഫീലിങ്സ് വന്നിട്ടില്ല, ഒരു റിലേഷൻഷിപ്പിൽ ഒന്നിലും ഒരു ഇന്നർ ചൈൽഡ് വന്നിട്ടില്ല. നമുക്ക് നമ്മുടെ ആ ഒരു ഇന്നർ ചൈൽഡ്, ആ കുഞ്ഞു കുട്ടിയെ അപ്പൂന് ഒരിക്കലും എങ്ങും കാണിയില്ല. അപ്പം ആ ഒരു ഇന്നർ ചൈൽഡിനെ ഞാൻ പാമ്പർ ചെയ്യാറുണ്ട്, ഞാൻ സ്നേഹിക്കാറുണ്ട്, ഞാൻ കൊഞ്ചിക്കാറുണ്ട്, അതേപോലെ ഞാൻ ദേഷ്യപ്പെടാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ തിരിച്ചും അങ്ങനെയാണ്. അപ്പം നമ്മൾ ആ പരസ്പരം നമ്മുടെ ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫിസിക്കൽ ടച്ചാണ്. ഫിസിക്കൽ ടച്ച് ഇപ്പോൾ കുറേ പേര് വിചാരിക്കും സെക്സ് ആണെന്ന്, അതല്ല. ഫിസിക്കൽ ടച്ച് വേറെ, സെക്സ് വേറെ, സെക്ഷൽ റിലേഷൻഷിപ്പ് വേറെ. ഫിസിക്കൽ ടച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്നെ തോളിക്കൂടെ കൈയിടുക, പാമ്പർ ചെയ്യുക, തലയിൽ ഇങ്ങനെ ആക്കുക, അപ്പം ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോഴെന്ന് വെച്ചാൽ അപ്പോഴും കൊഞ്ചിക്കുക, ടേക്ക് കെയർ ചെയ്യുക, നമ്മുടെ ഒരു പ്രയോറിറ്റി കൊടുക്കുക എന്നൊക്കെ പറയണം. അപ്പം ഓരോരുത്തരുടെ ലവ് ലാംഗ്വേജ് അനുസരിച്ചിട്ട് വേണം നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത് നമ്മളെ ഡെയിലി ലൈഫിൽ നടന്നോണ കാര്യമാണ്. ഓക്കെ, ചേട്ടനിൽ ചേച്ചിക്ക് ഇഷ്ടം കാര്യം എന്താണെന്ന് പറയൂ. ചേച്ചി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞില്ലേ എൻ്റെ ഹസ്ബൻഡ് ഒരു ഹോം ആയിരിക്കണം എന്ന്, അതുപോലെയാണോ ചേട്ടൻ? ഓഫ് കോഴ്സ് ഹോം ആയതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കുക എന്നുള്ളത്. അല്ലാതെ ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കാൻ പോയില്ല. കാരണം എനിക്ക് എവിടെ പോയാലും വന്നാലും എൻ്റെ ഏറ്റവും വലിയ സമാധാനമുള്ള സ്ഥലം എൻ്റെ വീടാണ്, ഇവിടെയാണ്. ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ എൻ്റെ അമ്മേരെ വിയർപ്പ് നാറ്റമുള്ളൊക്കെ നൈറ്റിയൊക്കെ ഇട്ടിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞേ ഉള്ളൂ, കാരണം അമ്മമാരുടെ നൈറ്റ് നമുക്കൊരു വേറൊരു സംഭവമാണല്ലോ. അപ്പം ഞാൻ അത്രയും സന്തോഷമായിട്ടിരിക്കുന്ന എൻ്റെ വീടാണ്. ആ വീട്ടിലോട്ട് ഒരാളുടെ എൻട്രി മീൻസ് ഇവിടെ നിന്ന് താമസിക്കണം അങ്ങനെയൊന്നുമില്ല, ആ കുടുംബത്തിലോട്ട് ഒരാളുടെ എൻട്രി ഞാൻ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഞാൻ ഡാം ഷുവർ ആയിരിക്കണം ആ വ്യക്തി എങ്ങനെയുള്ളവരായിരിക്കണം. വേണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്നെ പിരിച്ചുകൊണ്ട് പോവാം, ഈ എൻ്റെ ഈ സമാധാനവും സന്തോഷമൊക്കെ കളയാം. പക്ഷേ അപ്പോൾ എനിക്കതിൽ അപ്പു ഹോമാണ്. കാരണം അപ്പു ഞങ്ങളിൽ ഒരാളാണ്. അപ്പോൾ അയ്യോ കല്യാണം അങ്ങനെയൊന്നുമില്ല.
അപ്പു മാളുവിൻ്റെ ഇവിടുത്തെ ചേട്ടനാണ്. എൻ്റെ അച്ചുവിൻ്റെയും പോളോരെയും കുഞ്ചൂസിൻ്റെയും എല്ലാവരെയും അച്ഛനാണ്. എൻ്റെ അക്കുവിൻ്റെ അബീരയും ചേട്ടനാണ്. എൻ്റെ അമ്മേരെ മോനാണ്. എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. എൻ്റെ ഏറ്റവും നല്ല ആളാണ്. എൻ്റെ ഹോമാണ്. അപ്പം അതിൽ കൂടുതൽ ഹോം ആയതുകൊണ്ടാണ് മാത്രമാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഇതിൽ പരം എനിക്ക് എന്ത് വേണം? യാ, നിങ്ങളുടെ മനസ്സിൽ ഫ്രണ്ട്സ് ആയപ്പോഴേ ക്രഷ് തോന്നിയിരുന്നു? നോ, ഒരിക്കലും ഇല്ല. അതൊരു വർത്താനം. എന്നെ ക്രഷ് അടിക്കാൻ കൊള്ളൂലേ? അല്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. എനിക്കൊന്നുമില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് വെച്ചാൽ ക്യാരക്ടർ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു ടൈമിൽ എനിക്ക് ചൊറിയായിരുന്നു അപ്പു. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഞാൻ അപ്പുവിനെ ഡീപ്പായിട്ട് മനസ്സിലാക്കിയപ്പോഴത്തേക്ക്, ഡീപ്പ് എന്ന് വെച്ചാൽ അത് ഒരുപാട് ഉള്ളിലോട്ട് പോയി അയാൾ സമ്മതിക്കൂല. കുറച്ച് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് എനിക്ക് അപ്പുവിൻ്റെ അടുത്തൊരു ഒരു സ്നേഹവും അല്ലെങ്കിൽ ഒരു എന്തൊരു പറയാൻ ഒരു കരുതൽ എന്നുണ്ടായിരുന്നു. ഒരു നമ്മളെ നല്ല ഫ്രണ്ടിൻ്റെ അടുത്ത് തോന്നണത്. അല്ല എനിക്ക് ക്രഷ് ഒന്നും ഉണ്ടായിട്ടില്ല ഗൈസ്. പക്ഷെ ഇപ്പൊ എന്റെ ക്രഷ് അപ്പാണ്. അതെന്തൊരു വർത്താനം, ഞാൻ പറഞ്ഞോണ്ടല്ലേ താൻ തിരിച്ചു പറഞ്ഞത്. നീയാണല്ലോ എല്ലാം. പക്ഷെ ആ സമയത്ത് ക്രഷ് ഒന്നല്ലേ, അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. സമയമില്ല ക്രഷ് അടിക്കാണ്. സമയം ഉണ്ടായിരുന്നു ഇയാള് ക്രഷ് അടിക്കുമായിരുന്നു. വേറെ കാര്യങ്ങളായിട്ടൊക്കെ നടക്കില്ല. ഓ അങ്ങനെ അല്ല, ആ സമയത്ത് ഇയാള് ക്രഷും കൊണ്ടുവന്ന് പല്ലി ഞാൻ എല്ലാം അടിച്ചകത്തിട്ടേനെ. ഓക്കെ, അടുത്ത കമന്റ് ആണ്. കൂടിപ്പോയാൽ 1 വർഷം ഇല്ലേ 2 വർഷം പിന്നെ ഡിവോഴ്സ്. എന്തായാലും പറ, ഞാൻ പുച്ഛിച്ചിരിക്കല്ലേ അവരാ. ഞാൻ ഓഫ് കോഴ്സ് ഡിവോഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ JVNNAS56 ഇതാണ് അക്കൗണ്ട്. ഞാൻ വിളിക്കാം. ആ വക്കീൽ ഫീസും ഒക്കെ ഇയാൾ കൊടുക്കണം. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങളെപ്പോലെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള കഴിവില്ല. അങ്ങനെ കഴിവുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. എങ്കിൽ എനിക്കിപ്പോൾ അറിയണത് കുറച്ച് തെളിയാതെ കിടക്കുന്ന കുറച്ച് കേസുകളുണ്ട്. അതൊക്കെ നിങ്ങൾ തെളിയിച്ചു തരണം. ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുൾ ആവും. സോ അതുകൊണ്ട് ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങാം. നിങ്ങളിൽ ആരാണ് റൊമാൻറ്റിക്? നിങ്ങൾ വഴക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആദ്യം സോറി പറഞ്ഞതാരാ? നിങ്ങൾ ആരാണ് റൊമാൻറ്റിക്? ആരെപ്പോട്ട് നമ്മൾ റൊമാൻറ്റിക്? യെസ്, ഹീസ് ദ റൊമാൻറ്റിക് പേഴ്സൺ. ഇയാൾ 24 മണിക്കൂർ റൊമാൻറ്റിക് ആണ്. ചില സമയത്ത് എനിക്ക് തലയ്ക്ക് പ്രാന്ത് എടുക്കുക. അതായത് ഞാൻ വളരെ ടെൻഷനിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇയാൾ അവിടെ വന്ന് ഇയാൾ പാട്ടൊക്കെ പാടി അങ്ങ് അതായത് ഇയാൾ ഒറ്റയ്ക്ക് ഇരുന്നങ്ങ് റൊമാൻറ്റിക് ആവും ഗൈസ്. അതായത് ഒറ്റ പുള്ളിക്കാരനാണ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്. അല്ല, ഞാൻ പറഞ്ഞത് ഇയാൾ ഇങ്ങനെയൊക്കെയല്ലേ പറയാം, ഇങ്ങനെയൊക്കെ വരും കഴിച്ച്. അതായത് ഞാൻ പറഞ്ഞുതരാം, ഇപ്പം ഞാൻ വയറ് വേദനയൊക്കെ എടുത്ത് ഞാൻ ഒടിഞ്ഞിൽ കുത്തിയണൊക്കെ എവിടെയെങ്കിലും കൊഞ്ചണൊക്കെ കഴിക്കുമ്പോൾ വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് അപ്പുവാണ് കൂടുതലും റൊമാൻറ്റിക്. നിങ്ങൾ ഇട്ടുണ്ട്. ഓഫ് കോഴ്സ് ഗൈസ്, നമ്മൾ മനുഷ്യരല്ലേ. നമ്മളെന്തായാലും ഇന്ന് രാവിലെ മെഷ്യൻ വെച്ച് ഇറക്കിയ ആൾക്കാരാ? ഓഫ് കോഴ്സ് അല്ല. ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ വഴക്ക് കൂടിയിട്ടുമുണ്ട്. പക്ഷെ ഞങ്ങൾ വഴക്ക് കൂടുമ്പോഴത്തേക്ക് നമ്മൾ വഴക്കുണ്ട്. പക്ഷെ ഞങ്ങളത് ഒന്ന് ഒരു പ്രശ്നം എന്തുകൊണ്ട്, എന്ത് പറഞ്ഞപ്പോൾ നമ്മൾ ചോദിക്കും എന്തുകൊണ്ട് അത് വിഷമായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് ദേഷ്യം വന്ന് അത് പറഞ്ഞെങ്കിൽ അത് ആ കാരണങ്ങൾക്കുള്ള എന്തുകൊണ്ടാണ് അതിന് സോറി പറഞ്ഞു, ഇനി അങ്ങനെ ഉണ്ടാവില്ല സോൾവ് ചെയ്യും. യെസ്. പിന്നെ വെച്ചാൽ ഇപ്പൊ ഒരു വിഷമം ഉണ്ടായി, പിന്നെ അത് റിപ്പീറ്റ് ചെയ്യൂല. റിപ്പീറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പം മേ ബി എന്തോന്ന് എന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നൊരു ടോക്ക് അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു കാര്യം ഭയങ്കരമായിട്ട് വിഷമായിട്ട് സാധനം വെച്ചെടുത്തുനിന്ന് വേറെ എവിടെ അമ്മൂന് ഇപ്പൊ ഒരു സാധനം വെച്ച അവിടെ തന്നെ ഇരിക്കണം, അത് മാറി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പൊ ഒരിക്കലും അതെനിക്ക് പറ്റി, പിന്നെ അത് ചെയ്തിട്ടില്ല, ഞാൻ തിരിച്ചപ്പോഴാ അങ്ങനെ തന്നെ സംഭവം വേറെ ഒന്നല്ല. എനിക്ക് പ്രശ്നം ഉണ്ടാവണേനേക്കാളും അത് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ. പക്ഷെ അങ്ങനെയല്ല, പ്രശ്നങ്ങളുണ്ടാകും, അത് നിങ്ങൾ സോൾവ് ചെയ്ത് പോകണം. എനിക്ക് എൻ്റെ ഒരു വെച്ചാൽ ഞാൻ വയ്ക്കുന്ന സാധനം, എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ സാധനം, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഞാൻ ഇടപെടില്ല. കാരണം ഇപ്പം അപ്പൂട്ടെ എൻ്റെ അവിടെ നിന്ന് ഫേസ് വാഷ് എടുത്തുകൊണ്ട് പോയിട്ട് ഇയാൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ ഞാൻ ഇവിടെ അത്യാവശ്യപ്പെട്ട് ഫേസ് വാഷ് ഇല്ല, അപ്പോഴത്തേക്കും ഇത് നടക്കും, ഒരു യുദ്ധങ്ങൾ നടക്കും. അപ്പം അതുകൊണ്ട് അതായത് സിബ്ലിംഗ് കൈൻഡ് ഓഫ് യുദ്ധങ്ങളില്ലേ, അങ്ങനത്തെ ഒരു യുദ്ധം. സദ്യയല്ലേ, ചേച്ചി അനിയനല്ലേ, ഞാനും മലോ കടിയുണ്ടെങ്കിൽ ഞാനും ഒപ്പിട്ടാണ് അടിയിടും. സോറി പറയണത് അത് ഡിപ്പെൻസ് ആണ്ടാ. അത് ഇപ്പൊ ഞാൻ സോറി പറയും, അപ്പു സോറി പറയും, അവര് സോറി പറയും, അത്രേ ഉള്ളൂ. അത് ഡിപ്പെൻസ് ആണല്ലോ. ഞാൻ മാത്രമേ സോറി പറയും, നീ മാത്രം, അങ്ങനെയൊന്നുമില്ല. കാരണം നമുക്ക് രണ്ടുപേരും വേണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും നമ്മൾ വേണം. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും
അങ്ങനെ ഒരു ഇത് കാണിക്കും. നിങ്ങളെ നല്ല ഇഷ്ടമാണ്, എൻ്റെ നെയിം കീർത്തന എന്നാണ് കീർത്തന എന്ന് പറയണേ. ഹാപ്പി മാരീഡ് ലൈഫ് ഡേയ്സ്. താങ്ക് യു സോ മച്ച്. ഹണിമൂൺ പ്ലാൻ ആക്കിയിട്ടുണ്ടോ? പ്ലാൻ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ. മാരേജ് കഴിഞ്ഞിട്ടുള്ള പ്ലാൻ എന്താണ്? മാരേജ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പ്ലാൻ ഉണ്ടടാ, പക്ഷെ ഒരു പ്ലാൻ ഇതുവരെ നടന്നില്ല. കാരണം നമുക്ക് അത്യാവശ്യം കുറെ തിരക്കായി, പിന്നെ കുറെ ഇതായി. ഞങ്ങൾ ആ ബാക്ക് ടു ലൈഫ് വരുന്നതേ ഉള്ളൂ. യെസ്. കപ്പിൾ എൻട്രി ബിഗ് ബോസിൽ വിളിച്ചാ പോകും. പോവോ പുട്ട കപ്പിളായിട്ട് ബിഗ് ബോസ് വിളിച്ചാ? ഓ ഇയാളാര് ഗസ്റ്റ് ആയിട്ട് വിളിച്ചാ പോവാൻ? ഓ അപ്പോഴത്തേക്ക് ഇയാള് എന്തിന്? ഞാൻ പോവില്ല കൈസ്, എനിക്ക് പറ്റൂല. കാരണം എനിക്ക് ഇഷ്ടം, എന്നെ കൊള്ളൂല. എനിക്ക് എൻ്റെ അമ്മ അപ്പു എൻ്റെ പൂച്ചകളൊന്നും മണപ്പിക്കാതെ പറ്റൂല. എനിക്ക് പിന്നെ കട്ട കൊതിയാണ് ആഹാരത്തിനടുത്തൊക്കെ. ഞാൻ ചിലപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് തിന്നാളെ വലിയ പ്രശ്നങ്ങളൊക്കെ കിടക്കും. ഓ ആഹാരത്തിനല്ലേ? ആഹാരത്തിന് സ്കിൻ കെയർ സാധനം മാറിയ ഒരെണ്ണം പോയ അനുഭവം ഗുരു. ഓക്കെ. മൈ ക്വസ്റ്റ്യൻ ഈസ് ഫോർ ബോത്ത്. വീഡിയോയിൽ നിന്ന് മനസ്സിലായത് അപ്പുവിൻ്റെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ആണോ? ആൻഡ് ഓൾസോ ഗംഗ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് ഹാർഡ് വർക്കിലൂടെ എബോവ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. സോ അപ്പുവിനോട് ഗംഗ അപ്പുവിൻ്റെ ജീവിത സാഹചര്യങ്ങളോട് ഇണങ്ങി ജീവിക്കണം. ബിക്കോസ് ഷീ ഈസ് ബ്ലൂം ഫ്രം മഡ്. അതായത് ഞാൻ ചെളിയിൽ നിന്ന് വന്നതാണ്, മീൻസ് വിരിഞ്ഞതാണ്. ഉദ്ദേശം മനസ്സിലായല്ല? ബട്ട് എന്നാലും ഗംഗയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഗംഗയ്ക്ക് ചെയ്തു കൊടുക്കാൻ ആ ഒരു ലെവലിൽ ജീവിക്കണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് അപ്പുവിന് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് ഗംഗയ്ക്ക് സങ്കടം കരുതി പറയാതിരുന്നിട്ടുണ്ടോ? ഇത് അപ്പുവിൻ്റെ അടുത്താണ് ചോദിച്ചേക്കണം. മനസ്സിലായ? രണ്ടുപേർക്കും വരുമാനമുണ്ട്, രണ്ടുപേരെ കാര്യങ്ങളും രണ്ടുപേരെ തന്നെയാണ് നോക്കണം. യെസ്. ഇനി അടുത്ത് എൻ്റെ കാര്യം ഞാൻ പറയാം ഗൈസ്. എൻ്റെ കാര്യം എനിക്ക് ഞാൻ നോക്കിയാലേ പറ്റുള്ളൂ. എനിക്ക് ഒരാളും നോക്കണം എനിക്കിഷ്ടമല്ല. ഇപ്പം അപ്പു എനിക്കിപ്പോൾ റീസെൻ്റ് വെച്ചാൽ കല്യാണ സമയത്ത് എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുത്ത് തന്നപ്പോഴത്തേക്ക് ഞാൻ അപ്പുവിൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പു വേണ്ട, ഞാൻ ഓൾറെഡി എടുത്തു, ഞാൻ കൊണ്ടുവരണോണ്ട് വേണ്ട. അപ്പം പറഞ്ഞില്ല, അപ്പു വാങ്ങണം, അപ്പുവിൻ്റെ ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞു ഓക്കെ എടുത്തോ, ഇത് നിർത്തിക്കോ, വാങ്ങിച്ചോ, അല്ലാതെ എനിക്ക് വാങ്ങണ്ട. കാരണം എനിക്കൊരു വൃത്തികെട്ട സ്വഭാവമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതെൻ്റെ നല്ല സ്വഭാവം. നിങ്ങൾക്ക് തോന്നണം എന്താണെന്ന് നിങ്ങൾക്ക് തോന്നണം, അത് പറഞ്ഞു. കാരണം എനിക്ക് കാരണം ഇവിടെ നിന്ന് കൊണ്ടുപോയി ഇപ്പം എൻ്റെ പേസ്റ്റ് ഉൾപ്പെടെ ഞാൻ കൊണ്ടുപോയായിരുന്നു. കാരണം എനിക്ക് എൻ്റെ സാധനങ്ങൾ തന്നെ വേണം. എനിക്കത് ഷെയർ ചെയ്യണോണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എനിക്ക് എൻ്റെ സാധനങ്ങൾ ഞാൻ മറ്റൊരാളെ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. ഏതെങ്കിലും ഒരു വീട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ, ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലാണെങ്കിൽ വേണ്ടി ഞാൻ ഇവിടെ നിന്നാലും അവർക്കൊരു ശല്യമില്ല. അതേപോലെ തന്നെ അപ്പം അപ്പുവിനോട് ഞാൻ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഏത് സാഹചര്യത്തോടും ഞാൻ ജീവിക്കും. ഇപ്പം അന്ന് അവിടെ AC ഇല്ല, ഇതില്ല എന്ന് പറഞ്ഞ് വൻ ബഹളമായിരുന്നു. കേരളത്തിൽ ആദ്യത്തെ AC ഇല്ലാത്ത വീട് അപ്പുവിൻ്റെ ആണെന്നും പറഞ്ഞാണ് ബഹളമായിരുന്നു. അപ്പം എനിക്കതൊരു പ്രശ്നമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓലയിട്ട ചെളിക്കട്ട വച്ചുണ്ടാക്കിയിട്ട് വീട്ടിൽ ജീവിച്ചുള്ള ഒരാളാണ് ഞാൻ. അതേപോലെ ഒരു റോഡ് സൈഡിൽ താന്ന ഷീറ്റിൽ ഒറ്റ ഇതിൽ കിടന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ അവരാകെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ താഴെ അപ്പുവിന് റൂം ഉണ്ടായിട്ട് മെഗലിൽ റൂം മതി എന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞതാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ 2 മണിയാവും, 3 മണിയാവും, വന്ന് കയറുമ്പോൾ 1 മണിയാവും. അവരൊക്കെ 9-10 മണിയാകുമ്പോൾ ഉറങ്ങണ ആൾക്കാരാണ്. അപ്പോൾ അവരെ ചെന്ന് തട്ടി വിളിച്ച് ഒന്ന് തുറന്നകത്ത് കയറി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാത്റൂമിൽ പോകാനും റെഡി ആവാനും ഒക്കെ സമയം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് വോയിസ് ഓവർ രാത്രി ചെയ്യുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കംഫർട്ടബിളായിട്ട് അവർ കിടന്നുറങ്ങിക്കോട്ടെ, എനിക്ക് മെഗലിലത്തെ ആ റൂം മതി, എനിക്ക് ഒപ്പമുണ്ട്. അപ്പം എനിക്കതിൽ ഓക്കെയാണ്. അപ്പം ഞാൻ ആ വീഡിയോയിൽ ചെന്ന് കയറുമ്പോൾ സെറ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ആ റൂം അങ്ങനെയേ അല്ലായിരുന്നു. അവിടെ എല്ലാം അവരുടെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ, അവൻ്റെ കുറേ ചമ്പ് സാധനങ്ങളൊക്കെ വലിച്ചു വരി ഇട്ടിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അവിടെ കട്ടിലൊക്കെ പിടിച്ചിട്ട് പെയിൻ്റൊക്കെ അടിച്ചിട്ട് വൃത്തിക്കിട്ടേക്കണം. അപ്പം അതിന് സെറ്റ് എന്നല്ലാതെ എന്തുവാ ഇത് AC ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഞാൻ വന്ന സാഹചര്യത്തിൽ നിന്ന് വന്നതെന്ന് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പിന്നെ ഞാൻ എൻ്റെ കാര്യം ഞാൻ തന്നെ നോക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് എനിക്കാരെയും ബുദ്ധിമുട്ടില്ല. ഞാൻ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് വാങ്ങിച്ച് ഞാൻ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കൂല. എനിക്ക് വേണമെങ്കിൽ ഞാൻ വാങ്ങും, എനിക്ക് വേണ്ടെങ്കിൽ ഞാൻ വാങ്ങൂല. ഉള്ളപ്പോൾ മന്തി, ഇല്ലാത്തപ്പോൾ ചമ്മന്തി, അതാണ് നമ്മുടെ കോട്സ്.
ഓക്കെ, എൻ്റെ അടുത്താണ് അപ്പൂട്ട. ഗംഗയോട്, അപ്പു ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതായി ഗംഗയ്ക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഇഫ് എസ് ഓർ നോട്ട്, അപ്പുവിനെ ഫ്യൂച്ചറിലേക്ക് ഈ രീതിയിൽ എന്ത് ഉപദേശം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു? അപ്പു സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ? ഫിനാൻഷ്യലി അപ്പു സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ വെച്ചാൽ, എനിക്ക് അറിയാവുന്ന ഒരു പീരീഡിൽ നീ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു 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 ഇതിൻ്റെ ഒരു അണ്ടറിൽ വർക്ക് ചെയ്തിട്ടുള്ള സമയത്ത് പൈസ കൊടുക്കാതെ ഒരുപാട് അവ സ്ട്രഗിൾ ചെയ്യണമായിട്ട് എനിക്കറിയാമായിരുന്നു. പക്ഷെ അന്ന് ആ സമയത്ത് ഞാൻ ഇടപെട്ടിട്ടില്ല. കാരണം ഞാൻ ഇടപെട്ടിട്ടില്ല എന്ന് വെച്ചാൽ, ഞാൻ ഇടപെട്ട വലിയ പ്രശ്നങ്ങളൊന്നും ഞാൻ ഇടപെടാനേ പോയിട്ടില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് അപ്പം ഒരു സ്ട്രഗിൾ ഉണ്ടായെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ ഏത് ജോലിയും ചെയ്യും, എന്ത് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഫിനാൻഷ്യലി അവൻ സ്ട്രഗിൾ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ മെൻ്റലി അവൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണമെന്നൊക്കെ ഞാൻ ആദ്യമൊക്കെ എഡിറ്റിംഗ് ക്ലബ്ബൊക്കെ കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉപദേശം എനിക്കൊന്നുമില്ല പൂട്ട. നീ എന്താണോ നീ അങ്ങനെ ജീവിക്കുക. നിനക്ക് നിന്നിൽ വിശ്വാസമുണ്ടോ, നീ പിന്നെ ആരെയും നോക്കേണ്ട ആവശ്യമില്ല. ഹാർഡ് വർക്ക് ചെയ്യാൻ മൈൻഡ് ഉണ്ടോ, എവിടെ പോയാലും നീ ജീവിക്കും. അതെനിക്കറിയാമല്ലോ. ഓക്കെ ചേച്ചി, ആഫ്റ്റർ ആൻഡ് ബിഫോർ മാരേജ് ലൈഫിൽ വന്ന മാറ്റങ്ങൾ, ഇനി മാരേജ് ചെയ്യാൻ പോകുന്നവരോട് എനിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് അപ്പോൾ നീ പറഞ്ഞു. മാരേജിന് മുന്നേ നമ്മൾ ഒരുമിച്ചല്ലായിരുന്നു, ഇപ്പൊ നമ്മൾ ഒരുമിച്ചാണ്. രാത്രിയൊക്കെ നമ്മൾ ഒരുപാട് നേരം കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. പിന്നെ എന്തെങ്കിലും പുറത്ത് പോകണമെങ്കിൽ സ്പോട്ടിൽ ചിലപ്പോൾ നൈറ്റൊക്കെ നിൽക്കണ സ്പോട്ടിൽ പുറത്ത് പോകണമെന്ന് പറഞ്ഞാൽ അപ്പോഴും പുറത്ത് പോകും. നമ്മളെ തെങ്കാശി അവിടെ ഇവിടെയൊക്കെ സ്പോട്ടിൽ പോകണമെന്ന് വെച്ചാൽ അപ്പം നമ്മൾ പോകും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അത് ഭയങ്കര ഇത് ലൈഫിൽ മറക്കാൻ പറ്റാത്ത മൊമെന്റ്സ് ആയിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഞാൻ പറയാം എനിക്ക് മാറ്റങ്ങളെന്ന് വെച്ചാൽ ഗൈസ്, ഞാൻ ഒറ്റയ്ക്ക് നെടുന്നേർത്ത് കിടന്ന് ഞാൻ ഭയങ്കര ബഹളമാണ് രാത്രി കിടക്കാൻ. അറിയാലോ അപ്പോട്ട്, അത് പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് ഞാൻ കിടക്കണേന്ന്. അതായത് ഇങ്ങനെ നേരെയല്ലേ കിടക്കണം. നേരെ കിടക്കുമ്പോൾ ഇങ്ങനെ ചരിഞ്ഞൊക്കെ വന്ന് കാലൊക്കെ മുകളിൽ കൂടി കഴുത്തിലൊക്കെ ചുറ്റി പാമ്പണൊക്കെ ചുറ്റി ഒരു ദിവസം എന്നെ കഴുത്തിന് ചവിട്ടി മറിഞ്ഞ് അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കണം. യെസ്, അങ്ങനെയാണ് ഞാൻ കിടക്കണത്. അപ്പം ഞാൻ കിടക്കുന്ന ബെഡിൽ അപ്പം എനിക്കൊരു കടിൽ പില്ലോ ഉണ്ട്. അതങ്ങ് മാറ്റിയിട്ട് ഇപ്പം അപ്പൂട്ടനാണ്. ഈശ്വര എന്തൊരു ഞാൻ ഓടിച്ചതെന്ന് ഞാനും അപ്പവും കൂടെ കിടക്കുകയാണ്. അപ്പോൾ അത് ഭയങ്കര വേറൊരു ഫീലിങ്സ് ആണ്. കാരണം മറ്റേത് ഞാൻ രാത്രി എപ്പോഴും എന്തെങ്കിലും ഉണ്ട്, ഞാൻ അമ്മ എന്ന് വിളിക്കുമ്പോൾ ആരുമില്ല. പിന്നെ ഞാൻ കുറേ നേരം ലൈറ്റ് ഇട്ട് എൻ്റെ ഉറക്കം ഡിസ്റ്റർബ് ആവും. ഇപ്പോഴും ഡിസ്റ്റർബ് ആവും. ഇയാളും അമ്മയും കൂടെ അവിടെ നിന്ന് ഭയങ്കര സംസാരമാണ്. എടാ അപ്പു അതാണെങ്കിൽ അപ്പോൾ ഇവരെന്തരമ്മ ഞാൻ പറഞ്ഞു, ഇവർ രണ്ട് ഉറക്കം കളയാൻ ഇവർ രണ്ടോട് ഭയങ്കര ബഹളങ്ങളാണ്. അപ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു ഇതുണ്ട്. ഇപ്പൊ ഒരാൾ കൂട്ടിനുണ്ട്, രാത്രി കിടന്ന് വിളിക്കുമ്പോഴത്തേക്കും ഇല്ല വിളിയില്ല, ഒന്നുമില്ല ഞാൻ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ സമയത്ത്, അതായത് ഏപ്രിൽ മെയ് സമയത്തൊക്കെ ഭയങ്കര വിളിയായിരുന്നു നൈറ്റൊക്കെ. ഇപ്പം പക്ഷെ അങ്ങനെ ഇല്ല, വിളി കുറവെന്ന് വേണം നോക്കുമ്പോഴത്തേക്ക് ഇയാൾ കയ്യും കാലൊക്കെ എടുത്ത് പോക്കുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കണം എന്നാരും എന്തോ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അമ്മാരി കിടന്ന് വിളി അങ്ങനെയൊക്കെ. അപ്പൊ ചിലപ്പോൾ ഉറക്കം ഡിസ്റ്റർബ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഫുഡൊക്കെ കഴിക്കാനൊക്കെ വരും അങ്ങനെയൊക്കെ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം ഞാൻ ആ മാളിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പുറത്ത് പോകാനായിട്ട് ഫുഡൊക്കെ കഴിക്കാം. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, വിഷ് ലിസ്റ്റിലുണ്ടായിരുന്ന കാര്യമാണ്. പക്ഷെ മാള് വരൂല, അവളൊരു മൂശയായിട്ടാണ്, നിങ്ങൾക്കറിയാം. ഒന്നിനും വരില്ല, ആഹാരം കഴിക്കാൻ മാത്രമേ വരുള്ളൂ. അതുപോലും ടൈം ടേബിൾ ആണ്. ഫുഡ് കഴിക്കാൻ ഒരു സമയം എഴുതി വെച്ചിട്ടുണ്ട്, ആ സമയത്തിനൊക്കെ പുറത്ത് വരുമോ. ഒരു വീട്ടിലുണ്ടായിട്ട് പോലും ഞാൻ ചില ദിവസങ്ങളിൽ കാണാറ് പോലും ഇല്ല. അപ്പോൾ അപ്പു എന്ന് പറയുന്നത് അങ്ങനെയല്ല. അപ്പൂൻ്റെ അടുത്ത് ഇന്നലെ ഞാൻ വന്നപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് തിന്നാൻ പോയല്ല, വെജ് സാൻഡ്വിച്ച് ഉണ്ട്, നല്ല ഗ്രിൽഡ് വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ഇയാൾ പറയും ആ പോവാ. അങ്ങനെയൊക്കെ ഉള്ളൊരു വൈബ് സെറ്റാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കൂട്ടാണ്, ഒരു ഭയങ്കര നല്ല കൂട്ടാണ്. ഇങ്ങനെ കാര്യം പറയാനും ഒരുമിച്ച് സിനിമ കാണാനും ഒരു എവിടെയെങ്കിലും പോകാൻ. നമുക്കിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ബബിൾക്കം ചവയ്ക്കാൻ പറ്റുന്നതിന് പകരം ഒരാൾ നമ്മളെ കാര്യം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, നമ്മൾ പറയണ കേട്ടുകൊണ്ടിരിക്കും, അയാൾക്ക് പറയണം നമ്മൾ കേൾക്കും, ഇങ്ങനെ പറയും ചിരിക്കും. അങ്ങനെ പറഞ്ഞ് നല്ല രസമാണ് മാരീഡ് ലൈഫിൽ. പിന്നെ വേറൊരു ഫീലിങ്സ് ആണ്, നമ്മൾ ഒരാളോടെ ജീവിക്കുന്നു, ലൈക്ക് കുറേ ഇത് വരും. അയാളുടെ ക്യാരക്ടർ നമുക്ക് കുറേയൊക്കെ ഇത് വരും. നമ്മളെ ക്യാരക്ടർ ഇപ്പം എക്സാമ്പിൾ 6 മണിക്ക് എണീക്കുന്ന ആൾ ചില ദിവസങ്ങളിൽ 1 മണിക്കൊക്കെ എണീക്കാൻ തുടങ്ങും. 8 മണിക്ക് ഉറങ്ങുന്ന ആൾ 8 മണിക്ക് ഉറങ്ങുന്ന ആൾ ചിലപ്പോൾ 1 മണിക്കൊക്കെ ഉറങ്ങുള്ളൂ. അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരും. പിന്നെ എടുക്കണ സാധനം എടുത്തെടുത്ത് തന്നെ വയ്ക്കാൻ പഠിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പേഴ്സണൽ ഹൈജീനിൽ വരും. 11 സ്റ്റെപ്പ് സ്കിൻ കെയർ റുട്ടീൻ, 10 സ്റ്റെപ്പ് സ്കിൻ കെയർ റുട്ടീൻ, അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ. ഓക്കെ, അപ്പു ചേട്ടൻ്റെ സ്കിൻ കെയർ ഡ്രസ്സിങ് സ്റ്റൈൽ കെയർ നോക്കുന്നതൊക്കെ ചേച്ചിയാണോ? എന്തായിരുന്നു വ്ളോഗർ റിലേഷൻഷിപ്പ് അപ്പു ചേട്ടൻ്റെ ലുക്കും ഇപ്പോൾ വ്ളോഗർ അല്ല ബിഫോർ റിലേഷൻഷിപ്പ് അപ്പു ചേട്ടൻ്റെ ലുക്കും കുറേ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ സ്കിന്നൊക്കെ നല്ലപോലെ നോക്കണുണ്ട്. രണ്ട് സമയം സ്കിൻ കെയർ ഒക്കെ ചെയ്ത്
മാക്സിമം എല്ലാം ഡയറ്റും എല്ലാം നോക്കി അങ്ങനെയൊക്കെ പോകണം. പിന്നെ ഡ്രസ്സിങ് അങ്ങനെയൊന്നുമില്ല, പഴയതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിങ് ഒക്കെ തന്നെ. ഞാൻ പറയട്ടെ, ഡ്രസ്സിങ് അപ്പു ഞാനുമായിട്ട് ഒരു ബന്ധമില്ല. കാരണം പുള്ളി മുമ്പേ ഡ്രസ്സ് ചെയ്യണം പുള്ളിയുടെ ഇഷ്ടത്തിനാണ്. നല്ല ഫാഷനബിൾ ആയിട്ടാണ് ഡ്രസ്സ് ചെയ്യണത് പണ്ടേ. എനിക്കിഷ്ടമാണ് അപ്പൂന്റെ ഡ്രസ്സിങ് സ്റ്റൈൽ, എനിക്ക് മുന്നേ ഇഷ്ടമാണ്. പക്ഷെ സ്കിൻ കെയർ അല്ല, ഞാൻ പറഞ്ഞു കൊടുക്കും സിറം, ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ എഴുതി തന്നിട്ടുണ്ട്, അതനുസരിച്ച് ഞാൻ ഇടും. യെസ്, സ്കിൻ കെയറിലും മാറ്റമുണ്ട്. ഡ്രസ്സിങ് സെൻസ് ഞാനായിട്ടൊരു ബന്ധമില്ല. ഇല്ല, സ്കിൻ കെയർ ചെയ്ത് എനിക്ക് നല്ല മാറ്റമുണ്ട്. സോ ഗൈസ്, അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം Q&A ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാം. അപ്പം ഇതിൽ കുറേ പ്രൊഫഷണൽ ഉണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോ ഓഫ് കോഴ്സ് ചെയ്തിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കാരണം ഒരുപാട് കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. സോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.